വ്യത്യസ്തമാണ്, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഏതായാലും ആ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട്, ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചതായി തെളിയിച്ചു തന്നാൽ സമസ്തയിലേക്ക് വരും എന്ന അദ്ദേഹത്തിന്റെ ആ വാക്ക്, അത് സ്ഥിരപ്പെടുത്തി കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു വ്യവസ്ഥക്ക് കളമൊരുങ്ങിയത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വ്യവസ്ഥക്ക് വേണ്ടി വന്ന ആളുകൾ പിന്നെ പതിവ് പല്ലവി പോലെ വിഷയം മാറ്റി പഠിച്ച കവലപ്രസംഗ മേറ്റർ പാസ്സാക്കി അത് CD-യിൽ കയറ്റി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് തലശ്ശേരിയിൽ വെച്ച് നടന്നത്. ആ കാണാപ്പാഠം പഠിച്ച കുറെ കടലാസ് അക്ഷരങ്ങൾ കൂട്ടിപ്പറഞ്ഞ് അത് CD-യിൽ കയറ്റി അനുയായികളെ കബളിപ്പിക്കാമെന്ന തന്ത്രം ആ തലശ്ശേരി സംവാദത്തിൽ പാളി എന്നതാണ് മുജാഹിദ് ബാലുശ്ശേരിയെ ഒക്കെ ഇത്രത്തോളം ഈറ്റാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഉമർ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് മദീനത്ത് നടപ്പായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വഹാബത്ത് അതിനെ അംഗീകരിച്ചു എന്നാണ്. അങ്ങനെ സ്വഹാബത്ത് അതിനെ അംഗീകരിച്ചു എന്ന് വന്നാൽ സ്വഹാബത്തിന്റെ ഇജ്മാ ആണത്. അവിടെ അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് അങ്ങനെ സ്വഹാബത്തിന്റെ ഇജ്മാ തെളിയിച്ചു തരാൻ കഴിയില്ല എന്നാണ്. വലിയ വായയിൽ അദ്ദേഹം ഉറക്കെ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉടനെ ചോദിച്ചു, എന്നാൽ അത് വ്യവസ്ഥയായി എഴുതുക, സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ടോ ഇല്ല എന്നത് വ്യവസ്ഥയിൽ എഴുതണം. അപ്പോൾ അതിനയാൾ തയ്യാറാകുന്നില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചോ ഇല്ലേ, അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അത് വ്യവസ്ഥ എഴുതൂ എന്ന് ചോദിച്ചാൽ അതിനും ഇദ്ദേഹം മറുപടി പറയുന്നില്ല എന്നതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിഷയം. അദ്ദേഹം എന്തായാലും ഞങ്ങൾ ജിഷാൻ എഴുന്നേറ്റ് നിന്ന് ആവർത്തിച്ച് ചോദിച്ചു, മൗലവി നിങ്ങൾ സംസാരിച്ചത് ഈ പിന്നെ മെമ്മറിയിലുണ്ട്, ഇതൊന്നിട്ട് കേൾപ്പിക്കുകയല്ലേ, വഷളായി പോകുമെന്ന ആശങ്ക കൊണ്ട് ബാലുശ്ശേരി പറഞ്ഞു അത് കേൾപ്പിക്കണ്ട, ഞാൻ സംസാരിച്ചത് സമ്മതിക്കുന്നുണ്ട്. എന്നാ പിന്നെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യവസ്ഥ എഴുതുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് എഴുതാൻ അവർ തയ്യാറായില്ല എന്നതാണ് തലശ്ശേരി സംവാദം അലസിപ്പോകാനുള്ള ഒരു കാരണം. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി ആ ജാള്യത മറക്കാൻ വേണ്ടി ഏതാനും സമയം മുമ്പ് അവരുടെ ബൈലക്സിൽ കയറിയിട്ട് കുറെ വിടുവായുത്തങ്ങളാണ് പറഞ്ഞത്. ആ വിടുവായുത്തത്തിൽ രാമന്തളിയെയും അഹ്സനിയെയും എന്നെയും ഒക്കെ കുറെ തെറിയഭിഷേകം ചെയ്ത് മുജാഹിദുകളെ ഹരം കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. രാമന്തളിയെ കുറിച്ച് പറഞ്ഞത് രാമൻ എന്ന് പ്രയോഗിച്ച ശേഷം പോയോ, കേൾക്കുന്നില്ലേ, ബാലൻ എന്ന് പ്രയോഗിച്ച ശേഷം രാമൻ എന്ന് പ്രയോഗിച്ച ശേഷം പിന്നെ ബാലുശ്ശേരി പറഞ്ഞത് നമ്മൾ അങ്ങനെ പറയേണ്ടെന്നാണ്. പ്രയോഗിച്ചിട്ട് പിന്നെ അയാൾക്കത് ഒരു ക്ലിപ്പാകുമെന്നുള്ള ബേജാറ് കൊണ്ട് പിന്നെ അത് അങ്ങനെ കൂട്ടി പറഞ്ഞതാണ്. എന്നിട്ട് രാമന്തളിയെ കുറിച്ച് ഹറാമ് തിന്നുന്നവൻ, സമൂഹത്തിലെ വേസ്തി എന്നൊക്കെ തുടങ്ങി ഒരുപാട് തെറിയഭിഷേകം. ആ തെറിയഭിഷേകം കൊണ്ട് നമ്മളെ മാല ചാർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മമ്പാട്ടുകാരൻ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കി തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് നമ്മെ ആക്ഷേപിക്കുന്നത്. ആ ആക്ഷേപിക്കുന്നതും തെറിയഭിഷേകത്തോടു കൂടെയാണ്. എന്നിട്ട് അങ്ങനെ തെറിയഭിഷേകം ചെയ്ത് ചൂടായിട്ടാണ് അയാൾ അവിടുന്ന് പോകുന്നത്. എന്തായാലും ഈ ഹറാമ് തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ ബാലുശ്ശേരിയുടെ എന്താണാവോ രാമന്തളി തിന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ പിന്നെ യഥാർത്ഥത്തിൽ വിഷയത്തിൽ പരിധി വിട്ടുകൊണ്ട് പെരുമാറിയത് അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ജമിയത്തുൽ ഉലമന്റെ സെക്രട്ടറിയാണ്. അയാൾ ഇടയ്ക്ക് കയറി സംസാരിക്കുകയും സഭ വഷളാക്കുകയും ചെയ്തു. ഒരു ചെറിയ മര്യാദ പോലുമില്ലാതെ ആ സംവാദത്തിൽ ഉടനീളം വ്യവസ്ഥയിൽ ഉടനീളം കാണാൻ കഴിഞ്ഞ ഒരു വിഷയം എന്താന്ന് ചോദിച്ചാൽ ബാലുശ്ശേരി എന്ന് പറയുന്ന വികാരജീവി പോലും അബ്ദുറഹ്മാൻ സലഫിയെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അതിലുണ്ടായിരുന്നത്. ബാലുശ്ശേരി അബ്ദുറഹ്മാൻ സലഫിക്ക് മര്യാദ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടുണ്ടായാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ ആ കൗമിനെ സംബന്ധിച്ച് എന്ത് വിലയിരുത്താനാ? അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി ഇടക്കൊക്കെ ഇങ്ങനെ ചൂടേറി പറഞ്ഞപ്പോ കൂട്ടത്തിൽ അവിടെ ഇതൊക്കെ കണ്ടു നിന്നിരുന്ന ഒരു മുജാഹിദ് താടിക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ട് വിഭാഗത്തിലെയും പണ്ഡിതന്മാര് കുറച്ച് പക്വതയിൽ പെരുമാറേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, അല്ല സഹോദര, എനിക്ക് വയസ്സ് അബ്ദുറഹ്മാൻ സലഫിന്റെ അത്ര ആയിട്ടില്ല, അബ്ദുറഹ്മാൻ സലഫിന്റെ അത്ര വയസ്സ് എനിക്കായിട്ടില്ല, എന്നെക്കാളും കൂടുതൽ വയസ്സുള്ള ഒരാളാണ് അബ്ദുറഹ്മാൻ സലഫി. അബ്ദുറഹ്മാൻ സലഫിക്കും എനിക്കും ഒരേ പക്വത മതിയോ എന്ന് ചോദിച്ചപ്പോ ആ മുജാഹിദ് അതിന്റെ യഥാർത്ഥ വസ്തുത പറഞ്ഞു. അയാൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി കുറച്ച് വയസ്സായ ആളൊക്കെ അല്ലേ, അയാൾക്ക് കുറച്ച് ഷുഗറൊക്കെ കൂടുതൽ ഉണ്ടാവൂലേ എന്നാണ് അതിന് പറഞ്ഞ മറുപടി.
പക്ഷെ ആ ഷുഗർ കാണിക്കാനല്ലല്ലോ വ്യവസ്ഥ ചെയ്താൽ വന്നത്, ഷുഗർ ഇല്ലാത്തവരെ കൊണ്ടുവരണ്ടേ. അങ്ങനെ ആ ഷുഗർ പ്രകടിപ്പിച്ചുകൊണ്ട് സഭ കലക്കി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ അന്നും ഇന്നും ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ജിഷാൻ മുജാഹിദ് ബാലുശ്ശേരിയുമായി നടത്തിയ ഫോൺ കോൾ ഉണ്ട്. ആ ഫോൺ കോളിൽ വളരെ കൃത്യമായി മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു തറാവി 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ സമസ്തയിലേക്ക് വരുമെന്നാണ്. ആ മുജാഹിദ് ബാലുശ്ശേരിക്ക് തന്റെ പേരിന്റെ കൂടെ ഒരു സൺ ഓഫ് എഴുതാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ അപ്പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് അതൊരു കടലാസിലേക്ക് പകർത്തി വ്യവസ്ഥയായി സ്വീകരിച്ച് സംവാദത്തിന് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ കൃത്യമായി ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു, ഈ വ്യവസ്ഥയെ ഒരു സുഖമുള്ള വ്യവസ്ഥയാണ്, ഇതൊരു സുഖമുള്ള വ്യവസ്ഥയാണ്. കാരണം എന്തുകൊണ്ട്? ഇത് വിഷയം എന്താണ് എന്ന് തീരുമാനിച്ചതാണ്, സ്ഥലം ഏതാണ് എന്ന് തീരുമാനിച്ചതാണ്. മുജാഹിദ് ബാലുശ്ശേരി ജിഷാനോട് പറഞ്ഞത് തലശ്ശേരി എവിടെയെങ്കിലും വെച്ച് നടത്തിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ജിഷാനോട് പറഞ്ഞത് അല്ല, നമുക്ക് മുതലക്കുളം മൈതാനിയിലോ അല്ലെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിലോ മതി എന്നാണ്. ഇത് പറഞ്ഞതോടുകൂടെ തന്നെ നമുക്കൊരു ഐഡിയ അവരെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് സംവാദം നടത്താൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു പൊതുസഭയിൽ വെച്ച് ഒരു മുജാഹിദ് പാതിരിക്കും എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണിയില്ല. അങ്ങനെ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചൊരു മുജാഹിദ് ദുനിയാവിലില്ല എന്നത് കൊട്ടപ്പുറത്ത് സംവാദത്തിന് ശേഷം ചരിത്രം തെളിയിച്ച യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ ചോദിച്ചതാണ്, ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? കൊട്ടപ്പുറം സംവാദത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെ വിജയമുള്ള ഒരു സംവാദമാണ് കൊട്ടപ്പുറം സംവാദമെങ്കിൽ അതേ കൊട്ടപ്പുറം സംവാദത്തിന്റെ വ്യവസ്ഥയും അതുപോലെ ഒരു കട്ടപ്പാടവും തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു വ്യവസ്ഥ എന്തുകൊണ്ട് നിശ്ചയിച്ചൊരു സംവാദം നടത്തിക്കൂടാ? ഞങ്ങൾക്ക് ലാഭമാണ് കൊട്ടപ്പുറം സംവാദം എന്ന് സുന്നികൾ അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ലാഭമുള്ള കച്ചവടം എപ്പോൾ അടിക്കാൻ ആളെ കിട്ടിയാലും ഞങ്ങൾ കച്ചവടം അടിക്കാൻ റെഡിയാണ്. എന്നാൽ കൊട്ടപ്പുറം സംവാദത്തിൽ വഹാബികൾക്ക് ലാഭമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതുപോലൊരു കച്ചവടത്തിന് വഹാബികൾക്ക് തയ്യാറായിക്കൂടാ? അവരതിന് തയ്യാറല്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ മുൻകൂട്ടി സംവാദത്തിന് തയ്യാറാകാൻ കഴിയാതെ അതിന് തീരുമാനമെടുക്കാതെ ഈ വ്യവസ്ഥ എഴുതാൻ വന്ന ആളുകൾക്ക് അവരുദ്ദേശിച്ച വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തലായിരുന്നു ആവശ്യം. അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് വളരെ സമർത്ഥമായി എബ്രഹിമാൻ സലഫി അവിടെ നടത്തിയത്. വളരെ കൃത്യമായി ഫോൺ കോളിലൂടെ വിഷയം തീരുമാനിച്ചതാണ്. ഇനി അതിനേക്കാളും വലിയൊരു വൈരുദ്ധ്യം ഇതിലുണ്ട്. സാധാരണഗതിയിൽ വഹാബികൾ പറയാറുള്ളത് വ്യവസ്ഥ എഴുതണമെങ്കിൽ നിങ്ങളെ സമസ്തയുടെ ലെറ്റർ പേഡിൽ എഴുതി തരണമെന്നാണ്. എല്ലാ സമയത്തും വഹാബികൾ ആവർത്തിച്ചു പറയാറുള്ളത് അതാണ്. നമ്മൾ പലപ്പോഴും സംവാദം നടത്തുകയല്ലേ എന്ന് ചോദിച്ചാൽ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയല്ലേ, നിങ്ങൾ പറയുന്ന തെളിവ് ഞങ്ങളെ മുമ്പിൽ ഹാജരാക്കാൻ തയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ വഹാബികൾ സാധാരണ രീതിയിൽ പറയാറുള്ളത് നിങ്ങളെ സമസ്തന്റെ ലെറ്റർ കിട്ടണമെന്നാണ്. എന്നാൽ ഒരു സമസ്തന്റെ ലെറ്റർ പോയിട്ട് ഒരു SSFന്റെയോ SYSന്റെയോ ലെറ്റർ പോലും നമ്മൾ കൊടുത്തിട്ടില്ല. കേവലം ജിഷാൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ ഫോൺ കോളിനെ അടിസ്ഥാനപ്പെടുത്തി അബ്ദുറഹ്മാൻ സലഫി വ്യവസ്ഥ ചെയ്താൻ വന്നതാണ്. അപ്പൊ അവരുടെ ഈ തീരുമാനം എവിടെ പോയി? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെ എഴുത്തുണ്ടായാലേ ഞങ്ങൾ സംവാദത്തിന് വരുള്ളൂ എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞ കൗമാണ് ഈ വിഡ്ഢിവേഷം കെട്ടിയത്. മാത്രമല്ല ഞങ്ങളെപ്പോലോ ആളുകളുടെ, ഞങ്ങളെ വിഭാഗത്തിൽ ഏറ്റവും ജൂനിയറായ ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യവസ്ഥ ചെയ്താൻ അബ്ദുറഹ്മാൻ സലഫിക്ക് വരേണ്ടി വന്നാൽ മുജാഹിദിന്റെ വളർച്ചയാണത് സൂചിപ്പിക്കുന്നത്. മുജാഹിദിന്റെ വളർച്ച എവിടെ എത്തി എന്നാണ് സൂചിപ്പിക്കുന്നത്. അബ്ദുറഹ്മാൻ സലഫി തന്നെ വേണം ഇപ്പോഴും ഈ ബാഗ് എടുത്ത് നടക്കാൻ. അതേ സമയത്ത് ഒരു കാലത്ത് അബ്ദുറഹ്മാൻ സലഫിയുമായൊക്കെ സംവാദം നടത്തിയിരുന്ന പേരോട് ഉസ്താദൊക്കെ ഇപ്പോ സാമൂഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വിപ്ലവങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ വലിയ സേവനങ്ങൾ ചെയ്യാണ്. പക്ഷെ അബ്ദുറഹ്മാൻ സലഫിക്ക് ഇപ്പോഴും ഒത്താന്റെ ബാഗ് പോലെ ഈ ബാഗും പിടിച്ച് ഈ പരിപാടിക്ക് നടക്കുന്ന പണിയാണ്. എന്നിട്ട് വളരെ ജൂനിയറായ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈറ്റായി ഷുഗർ കയറി സംസാരിച്ച് തടി തപ്പുകയായിരുന്നു അബ്ദുറഹ്മാൻ സലഫി. ഒരു വേള എന്നെ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു. എടവണ്ണ എന്ന് പറഞ്ഞാൽ അത് മമ്പാട് അടുത്താണ്. ഞാൻ എടവണ്ണക്കാരനാണ്. എടവണ്ണ എന്ന് പറഞ്ഞാൽ അത് മമ്പാട് അതിന്റെ അപ്പുറത്താ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു. ഞാൻ അപ്പൊ അയാളോട് പറഞ്ഞു, നിങ്ങളെ മമ്പാട്ടക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ എടവണ്ണ സുന്നിപ്പള്ളി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സൈലന്റ് ആവുകയും ചെയ്തു. അപ്പോ ഇങ്ങനെ പ്രഷർ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ആ വ്യവസ്ഥക്ക് വന്നത്. നമ്മുടെ മുമ്പിൽ വിഷയമുണ്ട്. എന്താണ് വിഷയം? ജിഷാനുമായി സംസാരിച്ചു വെച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാര
കണ്ടു പകർത്തി ലോകത്ത് അത് പ്രകാശിതമാക്കിയ ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്താണ് നിസ്കരിച്ചത്. ഞങ്ങൾ വളരെ കൃത്യമായി ആവർത്തിച്ച് ചോദിച്ചു, ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിര് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അത് ഉണ്ട് എന്ന് പറയാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിലും സമൂഹത്തെ പേടിച്ചുകൊണ്ട് തൽക്കാലം അവർ പറഞ്ഞില്ല. അവരുടെ അജണ്ട എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത പലതും ഉമർ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സ്വഹാബത്ത് ചെയ്തിരിക്കുന്നു എന്നാണ്. അത് വരുത്തി തീർക്കാൻ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ വിഷയത്തെ പിടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിലേക്ക്, ആ ചർച്ചയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ അപ്പോൾ ഞങ്ങൾ അവസരം കൊടുക്കാതിരുന്നതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട എന്ന് പറയുന്നത് വഹാബിസം വിത്തിടപ്പെട്ടത്. വഹാബിസം എന്ന് മാത്രമല്ല, ലോകത്ത് ഏതൊക്കെ വിദഈ കക്ഷികളുണ്ടോ ആ വിദഈ കക്ഷികൾ മുഴുവനും അവരുടെ അടിസ്ഥാന സ്വഭാവമായി സ്വീകരിക്കുന്നത് സ്വഹാബത്തിനെ തള്ളുക എന്നതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലാത്ത ഏത് കക്ഷിയുണ്ടെങ്കിലും ആ കക്ഷികളൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സ്വഹാബത്തിനെ തള്ളിയവരാണ്. അത് വഹാബി പ്രസ്ഥാനം പല പ്രാവശ്യം തെളിയിച്ചതാണ്. ഈ തലശ്ശേരി സംവാദത്തിൽ ഒരിക്കൽ കൂടി അത് അവർ പ്രകടിപ്പിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉമർ റളിയല്ലാഹു തആല 20 റക്അത്ത് നിസ്കരിക്കുകയും സ്വഹാബത്ത് അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ആ നിസ്കാരത്തിൽ പങ്കാളികളാവുകയും ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എന്താണ് എന്ന് മുഖ്യുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കിക്കൂടെ? അതിന് തയ്യാറാകാതെ അവർ തടി തപ്പുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോഴും മുജാഹിദ് ബാലുശ്ശേരി കസർത്തുകയാണ്. എന്താണ് അയാൾ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരത്തിൽ പിടിച്ചു തൂങ്ങുകയാണ് ചെയ്തത്, റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിലേക്ക് വന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ ഒരു ചക്കോൾത്തിപ്പോരില്ല. ഞാൻ അവിടെ വെച്ചുകൊണ്ട് സംസാരിച്ചു. എന്റെ മര്യാദകേട് സംസാരമായി അവർ പറയുന്ന ഒരു വാക്കതാണ്. ഞാൻ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഉമർ റളിയല്ലാഹു തആല അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ ഒരു ചക്കോൾത്തിപ്പോരില്ല. അബ്ദുറഹ്മാൻ സലഫിയും സക്കരിയ സ്വലാഹിയും തമ്മിൽ ചക്കോളത്തിപ്പോരുള്ളതുപോലെ, അവർക്കിടയിൽ ഈ ഫിത്ന ഫസാദിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അള്ളാന്റെ ഹബീബിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെ ഇടയിൽ ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു, സക്കരിയ സ്വലാഹിയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരിന്റെ അതേ നീളത്തിൽ താടിണ്ടായാലേ മുസ്ലിം ആകുള്ളൂ. സക്കരിയ സ്വലാഹിന്റെ വാദപ്രകാരം അബ്ദുറഹ്മാൻ സലഫി കാഫിറാണ്. ഇതുപോലുള്ള തർക്കം റസൂലുള്ളാഹിന്റെ ഉമർ റളിയല്ലാഹുവിന്റെ ഇടയിൽ ഇല്ല എന്ന് നമ്മുടെ വാദത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചാൽ ഈമാൻ ചൂടാകാത്ത കക്ഷികൾ, ഇമാമിങ്ങളെ കിതാബ് വാറോല എന്ന് പറയുമ്പോൾ ഈമാൻ ചൂടാകാത്തവർ, ഇമാമിങ്ങൾ ഇസ്ലാമിൽ എന്തൊക്കെയോ കടത്തിക്കൂട്ടി സ്വന്തം അഭിപ്രായത്തിൽ എന്തൊക്കെയോ തോന്നിയാസ് എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ ഈമാൻ ചൂടാകാത്തവർക്ക് സക്കരിയാനി അബ്ദുറഹ്മാൻ സലഫിനെയും പറയുമ്പോൾ ഈമാൻ ചൂടാകാണ്. നിങ്ങളുടെ കടപ്പാട് ഇസ്ലാമിനോടല്ല, നിങ്ങളുടെ പൗരോഹിത്യത്തോടാണ് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായ ആശയമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് നിഷേധിക്കാൻ അബ്ദുറഹ്മാൻ സലഫിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച രേഖകൾ പ്രാമാണികമായി മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു വ്യവസ്ഥ എഴുതാൻ അബ്ദുറഹ്മാൻ സലഫിയുടെ കൈ പാകമാകാതിരുന്നത്. അതെഴുതാൻ അബ്ദുറഹ്മാൻ സലഫി തന്റെ ഇടം കാണിക്കാതിരുന്നതും അതാണ്. അല്ലെങ്കിൽ പിന്നെ അത്തരം ഒരു ദുർവാശിന്റെ ആവശ്യമുണ്ടോ? ഫോൺ കോൾ ചെയ്ത് വിഷയം എന്താണ് എന്ന് ഫൈനൽ ചെയ്ത്, ആ ഫൈനൽ ചെയ്ത വിഷയം ഞങ്ങൾ പറഞ്ഞു, ഈ വ്യവസ്ഥക്ക് നമ്മൾ കൂടിയത് വിഷയം റെഡിയാണ്, ഏകദേശം ഡേറ്റ് റെഡിയാണ്, സ്ഥലവും ഏകദേശം റെഡിയാണ്. ആ റെഡിയായ കാര്യങ്ങൾ കടലാസിലേക്ക് പകർത്തി അത് രേഖാമൂലമാക്കാനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അത് രേഖാമൂലമാക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഇന്നലെ അവിടെ ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ അതിന് തയ്യാറാകാതെ വിഷയം വഴിമാറ്റി വിടാൻ അബ്ദുറഹ്മാൻ സലഫി ശ്രമിച്ചതാണ് ഈ വിഷയം കൊളമാകാനുള്ള കാരണമെന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവർ കൊണ്ടുവരുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായ കുറെ സംഗതി ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അപകടകരമായ വാദത്തിന്റെ മൊനയൊടിക്കലാണ് ഈ വ്യവസ്ഥ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ആ അപകടകരമായ വാദമാണ് വഹാബിസത്തിനെ എന്ത് തോന്നിയാസവും പറയാൻ പ്രേരിപ്പിക്കുന്നത്. സ്വഹാബത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആദ്യകാല സമൂഹത്തെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമാകുന്ന ചങ്ങലയുടെ ആ ചങ്ങലക്കണ്ണികൾ അറുത്തുമാറ്റി
പിന്നെ കയററ്റ പട്ടം പോലെ ഇസ്ലാമിനെ ഏതിലൂടെയും കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കൊണ്ടുപോകാൻ വഹാബികൾക്ക് സാധിക്കും. അതിനെയാണ് നമ്മൾ അവിടെ കൈകാര്യം ചെയ്തത്. എന്നിട്ട് വഹാബികൾ ചെയ്യുന്ന, ചങ്ങരംകുളം മുജാഹിദീങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗത്തിൽ അബ്ദുസലാം സുല്ലമിനെ വല്ലാതെ കശക്കുന്നുണ്ട്. ഇന്നലെ ജിഷാനുമായി നടത്തിയ ഫോൺ കോളുമായി ബന്ധപ്പെട്ടിട്ടാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അബ്ദുസലാം സുല്ലമി എന്ന് പറയുന്ന വഹാബി പാതിരി, അയാള് മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയ വാദത്തിൽ നിൽക്കുകയാണ്. ഇടക്കാലത്ത് മുജാഹിദീങ്ങൾ വളരെ വ്യക്തമായി പ്രകടിപ്പിച്ച സ്വഹാബി നിന്ന, ആ സ്വഹാബത്തിനോടുള്ള നിന്ന ഇന്നും വഹാബിസ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സലാം സുല്ലമി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ് ശരി. അതുകൊണ്ടാണ് അബ്ദുസലാം സുല്ലമി പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് തെളിവ്. ആ ഖുർആനും സുന്നത്തും തെളിവാണ് എന്ന് പറഞ്ഞ അബ്ദുസലാം സുല്ലമി തന്റെ മുമ്പിലുള്ള കിതാബും ഖുർആനും വായിച്ച് മസല പറയുമ്പോ ആ മസലയെ ഗണ്ണിക്കാൻ ചങ്ങരംകുളം മുജാഹിദിന് കഴിയാറില്ല. അപ്പോൾ ചങ്ങരംകുളം മുജാഹിദ് കൊണ്ടുവന്ന വാദമാണ് ഖുർആനും സുന്നത്തും തെളിവാണ്, പക്ഷേ അത് സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ പറഞ്ഞത് സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെ എന്നത് മനസ്സിലാക്കേണ്ടത് ആ നിസ്കാരത്തിൽ അണിചേർന്ന സ്വഹാബത്തിന്റെ നിസ്കാരത്തിലൂടെയാണ്. ആ സ്വഹാബത്തിന്റെ നിസ്കാരം കണ്ടവരെ കണ്ടതോ ആയ ഇമാമിങ്ങളുടെ നിസ്കാരത്തിലൂടെയാണ്. അവിടെ വെച്ചുകൊണ്ടും അതുപോലെ ഇന്ന് ബൈലക്സിൽ വെച്ചുകൊണ്ടും മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ, 11 റക്അത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർദ്ധിപ്പിക്കാറില്ല എന്നത് റമളാനിലും അല്ലാത്ത കാലത്തുമായി നിസ്കരിക്കുന്ന വിത്റിനെ കുറിച്ചാണ്. അതുകൊണ്ടല്ലേ മൗലവിമാരെ ആരണയുടെ അന്തം പോലും ഇല്ലല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ഇമാമിങ്ങൾ മൊത്തമായി നടത്തിയ ചർച്ചകൾ, ആ ചർച്ചകളുടെ ഇടപിടിച്ചുകൊണ്ടും വാല് പിടിച്ചുകൊണ്ടും ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു പകരം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമാമിന്റെ വാദം ഉദ്ധരിച്ചാൽ ഞങ്ങൾ ചോദിക്കട്ടെ, അങ്ങനെയുള്ള ഏതെങ്കിലും ഇമാമിങ്ങൾ 11 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് മരിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുക, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരം ആരാണ് നിസ്കരിച്ചത്? സുന്നിയാൾ നിസ്കരിച്ചുക്കണോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ തറാവീഹ് നിസ്കാരം ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? വിചിന്തനത്തിൽ തന്നെ മുജാഹിദീങ്ങൾ എഴുതി, മദ്ഹബിന്റെ 4 ഇമാമിങ്ങളും തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു മരിച്ചുപോയവരാണ്. ആ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു മരിച്ചുപോയ ആ ഇമാമിങ്ങൾ എങ്ങനെയാണ് അന്തം കമ്മി തറാവീഹ് 11 പറയാ? ഒരു ഭാഗത്ത് തറാവീഹ് 11 പറഞ്ഞ് ജീവിതത്തിലുടനീളം 20 റക്അത്ത് നിസ്കരിച്ച് മരിച്ചു പോവുകയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതിന് മുജാഹിദ് അല്ലല്ലോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ചോറ് തിന്നണ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാം, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസ് വിത്റിനെ സംബന്ധിച്ചാണ് എന്ന് വളരെ വ്യക്തമാകുകയാണ്. കാരണം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പോലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 നിസ്കരിച്ചിട്ടുള്ളൂ. വിചിന്തനത്തിൽ തന്നെ ആ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ വിചിന്തനക്കാരൻ ഒരു വിഡ്ഢിത്തം പറഞ്ഞു. അതെന്താണ്? ഇമാമിയങ്ങൾ മുഴുവനും 4 ഇമാമിയങ്ങൾ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. അതുപോലെ ഇബ്നു തൈമിയ്യ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. ഇബ്നു ബാസ് തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചത്. അപ്പോ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ നിസ്കരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ട് ആ വിദ്വാൻ തന്നെ വിചിന്തനത്തിൽ മറുപടി പറയാണ്, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം 11 ആയിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് ഈ ഇമാമിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആ വിദ്വാൻ പറയുന്നത്. പക്ഷേ ആ വിദ്വാൻ അത് പറയുമ്പോൾ മുജാഹിദീങ്ങൾ തന്നെ പറയുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന്. വിഡ്ഢിത്തല്ലേ അത്? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ ഹദീസ് കണ്ടിട്ടില്ല എന്ന വിഡ്ഢിത്തമാണ് വിചിന്തനക്കാരൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, അള്ളാന്റെ കലാമായ ഖുർആൻ,
ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സ്വഹാബത്തിലൂടെയാണ്. ആ സ്വഹാബത്തിനെ മനസ്സിലാക്കേണ്ടത് തൊട്ടടുത്ത തലമുറയായി ഇമാമിങ്ങളിലൂടെയാണ്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന വിഭാഗം എന്റെ കാലക്കാർ, പിന്നെ ഹിജറ 2-ാം നൂറ്റാണ്ടുകാർ, 3-ാം നൂറ്റാണ്ടുകാർ. ഇവരിലൂടെയാണ് ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത്. അവരെല്ലാം ഖുർആനും സുന്നത്തും മനസ്സിലാക്കി ലോകത്തെ പഠിപ്പിച്ചത്. തറാവീഹ് എന്ന് പറയുന്ന പ്രത്യേക നിസ്കാരമുണ്ട്. ആ നിസ്കാരം 20 ആ 20 നിസ്കാരമാണ് അവർ നിസ്കരിച്ചത്. വഹാബികൾ ഈ അടുത്ത കാലത്ത് ഈ തോന്നിയാസവുമായി രംഗപ്രവേശനം ചെയ്യുന്നത് വരെ എല്ലാ മുസ്ലിങ്ങളും 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. എന്നിട്ട് ബാലു അവിടെ വെച്ച് പറഞ്ഞ എന്താണ്, ഈ ഇമാമിയങ്ങളൊക്കെ മാസൂമിയങ്ങളാണോന്നാ, ഇമാമിയങ്ങളൊക്കെ മാസൂമിയങ്ങളാണെന്നോ ആണോന്നാ മൗലവി ചോദിക്കുന്നത്. ഞങ്ങൾ തിരിച്ചടിച്ചു, മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾ മാസൂമാണോ? എല്ലാവരും ആരും മാസൂമിയങ്ങളല്ല. ബാലുശ്ശേരിയും അബ്ദുറഹ്മാൻ സലഫി മാസൂമാണോ? നിങ്ങൾ പറയുന്നതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ല, ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ അനുയായികൾ വന്നിട്ട് ബാലുശ്ശേരിക്ക് തെറ്റ് പറ്റി എന്ന് പറയില്ലേ? തറാവി 20 പറയോ? അതോ തറാവി ഉണ്ട് എന്ന് പറയോ? അതോ ഫർള് നിസ്കാരം തന്നെ അല്ല എന്ന് പറയോ? വല്ല തലയും പാലും നിങ്ങൾ ആശയത്തിനുണ്ടോ? അതുകൊണ്ട് ഇമാമിയങ്ങളും സ്വഹാബികളും പൂർവികരായ തലമുറയും ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയൊരു റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയവരാണ് സുന്നികൾ. ആ റൂട്ടിലൂടെ സുന്നി സമൂഹം മനസ്സിലാക്കിയ സുന്നത്തിന്റെ പരിധിയിൽപ്പെട്ട തറാവീഹ് അത് 20 അത് തറാവീഹ് റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ്. ഈ കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ വഹാബികളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം തലയിലുള്ളത് കൊണ്ട് അവർ പറയുന്നു, പച്ചയിൽ അവരുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ ദീന് മനസ്സിലാക്കിയത് ഇന്നത്തെ മുജാഹിദീങ്ങളാണ് എന്നാ. മടവൂർ മുജാഹിദിലെ CP ഉമർ സുല്ലമിന്റെ വാദപ്രകാരം റസൂലുള്ളാഹിക്ക് തന്നെ തെറ്റുപറ്റാനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഇടക്കിടക്ക് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം. ഈ അഹങ്കാരത്തിന്റെ ആൾ രൂപങ്ങൾ അള്ളാന്റെ ദീന് മാറ്റിമറിക്കുകയാണ്. തറാവീഹിന്റെ വിഷയത്തിൽ തന്നെ വഹാബികളുടെ ഒരു 19 കൊല്ലത്തെ കടലാസുകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 400 കോലത്തിൽ ആ മസല പറഞ്ഞത്. 400 കോലത്തിൽ തറാവീഹ് ആദ്യം 20, പിന്നെ 8, പിന്നെ വട്ടപൂജ്യം, പിന്നെ വീണ്ടും 8, പിന്നെ 11, പിന്നെ 23, പിന്നെ 33. ഇങ്ങനെ തൊള്ളയിൽ വരുന്നത് കോടക്ക് പാട്ട് എന്ന് പറയുന്ന കാളപൂട്ടാണ് വഹാബികൾക്ക് അള്ളാന്റെ ദീന് എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിച്ചു വെല്ലുവിളിക്കുന്നു. ബാലുശ്ശേരി തോന്നിവാസം പറഞ്ഞതാണ്. ബാലുശ്ശേരിയാണ് വളരെ തെറിയ അഭിഷേകം ചെയ്തത്. ജിഷാനെ കുറിച്ച് ആദ്യമായി തന്നെ ചെങ്ങായി വിളിച്ചത് ബൈലക്സ് ജീവി എന്നാണ്. പക്ഷെ ഇടക്കിടക്ക് ബാലുശ്ശേരി പറയും പിന്നെ പടച്ചോണ്ട് കബറുണ്ട് എന്നൊക്കെ പറയും. ഇന്ന് രാമന്തളിയെ കുറിച്ച് ഹറാമ് തിന്നവൻ എന്ന് പറഞ്ഞത്, അതുപോലെ സമൂഹത്തിലെ വേസ്റ്റ് എന്ന് പറഞ്ഞത്, ഇതൊക്കെ പടച്ചോന്റെ മുമ്പിൽ ബാലുശ്ശേരി മറുപടി പറയേണ്ടതല്ലേ? മുജാഹിദീങ്ങൾ എന്തേലും പറഞ്ഞാൽ പടച്ചോന് മറുപടി പറയണം. വഹാബിയൊക്കെ എന്ത് തോന്നിയാസം പറയാം, അതിന് പിന്നെ നികുതി അടക്കൊന്നും വേണ്ട എന്ന തോന്നിയാസം അത് നാട്ടിൽ നടക്കൂല. തന്റെ ഇടമുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ചു വെല്ലുവിളിക്കുന്നു. മുജാഹിദ് ബാലുശ്ശേരി അല്ല, സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മൗലവി പോകട്ടെ, ഒറിജിനൽ ഇബ്ലീസ് തന്നെ വന്നാലും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിര് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിസ്കാരം കൃത്യമായി നമ്മുടെ മുമ്പിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത തറാവീഹ് നിസ്കാരം 20 എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ചോറ് തിന്നുക എന്ന ക്വാളിഫിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. വേറെ ഒരു ക്വാളിഫിക്കേഷനും അതിനാവശ്യമില്ല. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല എത്ര നിസ്കരിച്ചു എന്നത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിൽ തർക്കത്തിന്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ആ വിഷയം വഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. ആ സുന്നത്ത് ഞാൻ കാലികമായും സാന്ദർഭികമായും കൈമാറിപ്പോയ എന്റെ സ്വഹാബ, ആ സ്വഹാബത്ത് പഠിപ്പിച്ചത് അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. ഖുലഫാഉർ റാഷിദീങ്ങളെ ബൈലക്സിൽ വെച്ച് ബാലുശ്ശേരി ഓതിയ ആയത്താണ് ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. പ്രശ്നങ്ങളിൽ ഒരു വിഷയത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. അതിലാർക്കും തർക്കമില്ല. പക്ഷേ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മസല കണ്ടെത്തേണ്ടത്, പ്രശ്നങ്ങൾക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പരിഹാരം കണ്ടെത്തേണ്ടത് പാറക്കോറി തൊഴിലാളിയായ ബാലുശ്ശേരിയാണോ?
പാറക്കോറി തൊഴിലാളിയായ ബാലുശ്ശേരി ഖുർആനും സുന്നത്തും തെരഞ്ഞ് മതം കണ്ടെത്തി അതിന്റെ പിന്നാലെ മുസ്ലിം സമുദായം പോകണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിഡ്ഢിത്വം? ഇനി ഞാൻ ചോദിക്കട്ടെ, കേരള ജംഇയ്യത്തുൽ ഉലമ വഹാബി പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമന്റെ ഭരണഘടന പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്തിലേക്കും മുജാഹിദീങ്ങളും അടങ്ങണമെന്നല്ല, ഖുർആനും സുന്നത്തും മുജാഹിദ് മൗലവിമാർ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് കണ്ടെത്തുന്ന മതവിധികൾ മുജാഹിദീങ്ങൾ സമ്മതിക്കണമെന്നാണ്. അതിന് മാപ്പിളാരെ കിട്ടൂല, അതിന് മുസ്ലിം സമുദായത്തെ കിട്ടൂല. മുസ്ലിം സമുദായത്തിന്റെ നിലപാട് ഖുർആനും സുന്നത്തും തന്നെയാണ് പ്രമാണം. പക്ഷെ ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയവർ സ്വഹാബയാണ്. ആ സ്വഹാബത്തിനെ മനസ്സിലാക്കിയവർ ഹിജ്റ 3 നൂറ്റാണ്ടിൽ ജീവിച്ചു വഫാത്തായി പോയ ഇമാമിങ്ങളാണ്. ആ ഇമാമിങ്ങളെ മനസ്സിലാക്കിയവർ അവരുടെ തൊട്ടടുത്ത തലമുറയാണ്. അവരിലൂടെയാണ് ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത്. അപ്പോ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. ആര് മടക്കണം? മടക്കാൻ കഴിവുള്ളവർ മടക്കണം. ആരാണ് മടക്കാൻ കഴിവുള്ളവർ? ഇമാമിങ്ങളാണ് മടക്കാൻ കഴിവുള്ളവർ, സ്വഹാബികളാണ് ഇമാം മടക്കാൻ കഴിവുള്ളവർ. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഖുർആൻ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ നമുക്കിടയിൽ പ്രശ്നമുണ്ട്. വഹാബികൾ പറയുന്നു 20 അല്ല, അങ്ങനെ ഒരു നിസ്കാരം തന്നെ ഇല്ല, 8 ആണ്. ഇങ്ങനെ പല വാദങ്ങളും വഹാബികൾ പറയുന്നു. സുന്നത്തി ജമാഅത്ത് റസൂലുള്ളാഹിന്റെ കാലം മുതൽ സ്വഹാബത്തിന്റെ കാലം, ഇമാമിങ്ങളുടെ കാലം, ആ കാലത്തിലൂടെ കൈമാറി കിട്ടിയ തറാവീഹ് എന്ന പ്രത്യേക നിസ്കാരം 20 ആണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിടയിൽ വിഷയമുണ്ട്. ആ വിഷയത്തിന് തീരുമാനമാകേണ്ടത് എങ്ങനെയാണ്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു സുന്നത്തിലേക്ക് മടക്കിയിട്ട് കിട്ടിയ തറാവീഹ് നിസ്കാരം എത്രയാ? അത് 20 ആണോ? ആ 20 പിടിക്കണം. അതാണ് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അവിടെയാണ് മുസ്ലിം ലോകമുള്ളത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ തറാവീഹ് നിസ്കാരം 20 ആണ്. അതേ സമയത്ത് വഹാബി പാതിരിമാര് പറയുന്നു പാറക്കോറി തൊഴിലാളിയായ മുജാഹിദ് ബാലുശ്ശേരിക്ക് കിട്ടിയത് അങ്ങനെ തറാവീഹ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല എന്നാണ്. അങ്ങനെ വിവരമില്ലാത്തോല് കഴിയാത്ത കാര്യത്തിന് തയ്യാറായാൽ അവനാനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയത്തിൽ ഇടപെട്ടാൽ സംഭവിക്കുന്ന വിഡ്ഢിത്താണത്. ആ വിഡ്ഢിത്തം സ്വീകരിക്കാൻ മുസ്ലിം ലോകത്തെ കിട്ടൂല. ഞാൻ അവസാനിപ്പിക്കുന്നു, ആവർത്തിച്ചു പറയട്ടെ, ഇമാമിങ്ങളുടെ കൗലുകളെയും, ഇമാമിങ്ങളുടെ കൗല് വാറോലയാണ്. ഇമാമിങ്ങൾ ഹദീസ് പറഞ്ഞത് വാറോല എന്ന് പറഞ്ഞിട്ടില്ല എന്നാ. ഈ ഇമാമിങ്ങളുടെ കൗല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഡ്ഢി എന്താ മനസ്സിലാക്കിയത്? ഇമാമിങ്ങൾ തൊള്ളി തോന്നിയത് പറയുന്നതാണോ? ഇമാമിങ്ങൾ തൊള്ളി തോന്നിയ പറയുന്നവരാണോ? ഇമാമിങ്ങൾ ഒരു കിതാബിൽ ഒരു ചർച്ച എഴുതി വെച്ചാൽ, ഒരു വിഷയം എഴുതി വെച്ചാൽ, ഖുർആനിനും സുന്നത്തിനും നിരക്കാത്തൊരു കാര്യം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മുസ്ലിങ്ങളുടെ ഇമാമിങ്ങൾ എഴുതി വെക്കൂല. അങ്ങനെ എഴുതി വെച്ചാൽ അവരെ കുറിച്ച് പിന്നെ ഇമാമ് എന്ന് പറയോ? ഇമാമ് എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടേണ്ടവർ എന്നാണ്. ഖുർആനിനും സുന്നത്തിനും എതിരായി യഥേഷ്ടം തോന്നിവാസം എഴുതി ഇമാമിങ്ങൾ ഖുർആനിനും സുന്നത്തിനും നിരക്കാത്ത കുറെ കൗല് പറഞ്ഞു വെച്ചു, അത് വാറോലയാണ് എന്ന് പറയുകയും ചെയ്യുന്നത് സ്വന്തം തറവാടിന്റെ അടിത്തറ പൊളിക്കുന്ന സംസാരമാണ്. അത് മുസ്ലിം സമുദായത്തിന്റെ തറവാട്ടിൽ കയറി ചെയ്യാൻ പാടില്ല. ബാലുശ്ശേരിക്ക് ഏത് തറവാട്ടിലും പോകാം, ഇസ്ലാമിക തറവാട്ടിൽ കയറി ഈ തോന്നിവാസം പറയാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അബ്ദുറഹ്മാൻ സലഫി മാത്രമല്ല, സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മൗലവി ഓടലോടെ കൊണ്ടെന്നാൽ പോലും ഈ തോന്നിവാസം മതമായി സ്ഥിരപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ചെയ്യുന്ന ആളല്ല. ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് അബ്ദുറഹ്മാൻ സലഫിക്ക് പോലും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സലഫി അങ്ങനെ ഒരു വാദം എഴുതാൻ തയ്യാറാകാതിരുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് എഴുതിക്കൂടായിരുന്നു? വിഷയം അതല്ലേ അവിടെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം തെളിയിച്ചാൽ ഞാൻ സമസ്തിക്ക് വരും എന്നാണല്ലോ പറഞ്ഞത്. വിഷയം അവിടെ റെഡിയല്ലേ? ആ റെഡിയായി ധാരണയിലെത്തിയ വിഷയം കടലാസിലേക്ക് പകർത്തുക എന്ന ജോലി മാത്രമല്ലേ തലശ്ശേരിയിൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് ചെയ്ത് ഡേറ്റ് കണ്ടെത്തി സംവാദത്തിന് ഒരുങ്ങുകയായിരുന്നില്ലേ അന്തവും ബുദ്ധിയും എന്ന് പറയുന്നത്? ആദ്യ ഹിഡൻ അജണ്ടയുമായിട്ടാ വന്നത്. കാരണം അങ്ങനെ ഒരു മാനാഞ്ചിറ സ്ക്വയറിലും മുതലക്കുളം മൈതാനിലൊന്നും സംവാദം നടത്തുന്ന ചോറയ്ക്കണോലൊന്നും മുജാഹിദിലില്ല. അപ്പൊ ആദ്യം ആ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ സംവാദത്തിന് തയ്യാറല്ല എന്നാണ്. ആ തയ്യാറല്ല എന്ന കാര്യം വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് ഇവർ വ്യവസ്ഥക്ക് വന്നത്. അത് നാടകം കളിച്ചതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു തറാവി 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് ഞങ്ങൾ സ്ഥിരപ്പെടുത്താൻ റെഡിയാണ്. അത് നിഷേധിക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും വഹാബി പാതിരിമാരുണ്ടെങ്കിൽ ഞാൻ ആണത്തത്തോടെ വെല്ലുവിളിക്കുന്നു, നാളെ ഏത് സമയത്തും നിങ്ങൾക്ക് വ്യവസ്ഥക്ക് റെഡിയാകാം, ഞങ്ങൾ റെഡിയാണ്.
ആ രേഖാമൂലം അത് കൈമാറി വ്യവസ്ഥക്ക് തയ്യാറുണ്ടെങ്കിൽ ഉടനെ അറിയിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരമല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ അജണ്ട ഞങ്ങൾക്കറിയാം, നിങ്ങൾ സ്വഹാബത്തിനെ തള്ളുന്നവരാണ്. റസൂലുള്ള വിട്ടാ പിന്നെ പോസ്റ്റ് ഉള്ളത്, പിന്നെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് മുജാഹിദ് സെന്ററിലാണ്. അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞു പോയൊരു മുസ്ലിം ലോകമുണ്ട്, അതാണ് ഞങ്ങളെ മാതൃക. ഈ ഇസ്ലാമിക ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങിയ വഹാബി പാതിരിമാർ മുസ്ലിം സമുദായത്തിൽ എടുക്കാച്ചരക്കുകളാണ്. നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽ ഒരു റോളുമില്ല, നിങ്ങൾ മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യേണ്ടവരുമല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, സ്വഹാബത്തിലൂടെ ഇമാമിയങ്ങളിലൂടെ പൂർവികരിലൂടെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കണം. അബ്ദുസലാം സുല്ലമിയെ വെട്ടാനും അബ്ദുസലാം സുല്ലമിയെ ഒതുക്കാനും വേണ്ടി നിങ്ങൾ ഈ വാദം പറയുന്നവരാണ്. പക്ഷെ നിങ്ങളെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളും ഇത് തള്ളുന്നവരാണ്. നിങ്ങളെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മുൻഗാമികൾ, നിങ്ങളും തള്ളുന്നു. അതാ അബ്ദുസലാം സുല്ലമി പറഞ്ഞത്. സലാം സുല്ലമി ഞങ്ങൾക്ക് ഒന്നും ഉള്ളു ഒന്നും ഒരുക്കുവാണ്, രണ്ടും തമ്മിലൊരു വ്യത്യാസമല്ല. പക്ഷേ മുജാഹിദ് ആകുകയാണെങ്കിൽ അബ്ദുസലാം സുല്ലമി ആകണം, അല്ലെങ്കിൽ സുന്നത്തി ജമാഅത്താകണം. ഇത് ചോറും അല്ല കഞ്ഞിയല്ല, ചൊറിഞ്ഞി എന്നൊരു സാധനമാണ് വഹാബിസം എന്ന് ഇന്നത്തെ ചങ്ങരങ്ങളും മുജാഹിദ്. ആണും അല്ല പെണ്ണും അല്ലാത്ത ഷണ്ടന്മാർ, ആ ഷണ്ടന്മാരാ നിങ്ങൾ. അബ്ദുസലാം സുല്ലമിന്റെ മുജാഹിദ് എന്ന് പറഞ്ഞൊരു സാധനം കയ്യിലുണ്ട്, സുന്നത്തി ജമാഅത്തിന് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനം കയ്യിലുണ്ട്. ഇത് രണ്ടുമില്ലാത്ത ഷണ്ടന്മാരും പൊണ്ണന്മാരുമാണ് ചങ്കരംകുളം മുജാഹിദ് എന്ന് പറഞ്ഞത്. കാരണം എന്തുകൊണ്ട്? ഒന്നിരിക്കും അബ്ദുസലാം സുല്ലമിയെ പോലെ ഖുർആനൊന്നും സുന്നത്തൊന്നും ഡയറക്റ്റാന്ന് പറഞ്ഞ് തൊള്ളി തോന്നിയത് പറഞ്ഞ് മുജാഹിദ് അങ്ങനെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പിന്നെ സുന്നത്തി ജമാഅത്തിന്റെ പാത പൂർവീകർ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയതുപോലെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കി. ഉമർ റളിയല്ലാഹു തആല അൻഹു സുന്നത്തായ തറാവീഹ് 20 മനസ്സിലാക്കിയതുപോലെ നമ്മളും മനസ്സിലാക്കണം. അതുപോലെ മുസ്ലിം ലോകം മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. 4 മദ്ഹബിന്റെ ഇമാമികളും തറാവി 20 റക്അത്താണ് നിസ്കരിച്ചത്. എന്നിട്ട് ബാലുശ്ശേരി ചോദിക്കുക, ഇന്ന് ബൈലക്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരം സുന്നികൾ നിസ്കരിച്ചിക്കണോ? നിങ്ങളെ വാദപ്രകാരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരം നിങ്ങളെ വാദപ്രകാരം 11 ആണെങ്കിൽ ആ നിസ്കാരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്നെ നിസ്കരിച്ചിട്ടില്ല. വിചിന്തനം പറയുന്നത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 20 നിസ്കരിച്ചതെന്നാണ്, ഇമാമിങ്ങൾ മുഴുവനും 20 ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇമാം ബുഖാരിയുടെയും ഫതുൽ ബാരിയുടെയും ഒക്കെ വരികൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തും ഇമാമിങ്ങളുടെ സാങ്കേതിക ഭാഷകളും ഇമാമിങ്ങളുടെ കിതാബിന്റെ ശൈലിയും മനസ്സിലാക്കാതെ കേവലം അറബി ഡിക്ഷണറി മേശപ്പുറത്ത് വെച്ച് അർത്ഥം പറഞ്ഞുകൊണ്ട് ആളെ കളിയാക്കുന്ന വഹാബികളെ ഞാൻ ചോദിക്കട്ടെ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തറാവീഹ് 11 നിസ്കരിച്ച് എന്ന് പറഞ്ഞതായി അല്ലെങ്കിൽ അങ്ങനെ നിസ്കരിച്ചതായി തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നിങ്ങൾ ഉദ്ധരിക്കുന്ന ഏതെങ്കിലും ഒരു ഇമാമ് തറാവീഹ് 11 എന്ന് ഹുക്കുമായി പറയുകയും അങ്ങനെ ഈ ഇമാമ് തറാവീഹ് 11 നിസ്കരിച്ച് വഫാത്താവുകയും ചെയ്തത് ഉമ്മവറ്റൊരു വഹാബിക്ക് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു താളിൽ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഏതെങ്കിലും ഒരു ഇമാമ് സാവസാൽ KM മൗലവിയെങ്കിലും തറാവി 20 റക്അത്തല്ലാതെ 11 നിസ്കരിച്ച് എന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഒരൊറ്റ കുട്ടി അങ്ങനെ ചെയ്തതായി തെളിയിക്കാൻ കഴിയോ? അതുകൊണ്ട് നിങ്ങൾ ഇമാമിങ്ങളെ കൗലുകളായി ഇമാമിങ്ങളുടെ കിതാബുകളായി അതുപോലെ ഹദീസുകളായി ഉദ്ധരിക്കുന്നത് മുഴുവനും കബളിപ്പിക്കലാണ്. ആ കബളിപ്പിക്കൽ നേർക്ക് നേരെ നടക്കൂല. അതുകൊണ്ടാണ് നിങ്ങൾ സംവാദ വ്യവസ്ഥ കലക്കി മുങ്ങിയത്. അത് കലക്കാൻ ഔദ്യോഗികമായി തന്നെ ഹൈക്കോട്ടെ വിചാരിച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് ആ സാധുവിനെ വെറുതെ കെട്ടിവലിച്ചു കൊണ്ടുവന്നു. ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഡ്ഢിത്തരത്തിന് ആ സാധുവും പെട്ടു. ഇതാണ് ഉണ്ടായത്. അതുകൊണ്ട് വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ തെളിയിക്കാൻ കഴിയുമോ? ഈ ഒരു സംവാദത്തിൽ നിങ്ങൾ തയ്യാറാകുമോ? ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാം, ആരവാണെങ്കിലും വിളിക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം ഞങ്ങൾ തെളിയിക്കാൻ റെഡിയാണ്. ജിഷാൻ എന്താണോ ബാലുശ്ശേരിയോട് ഫോണിലൂടെ നടത്തിയ കരാറ്, ആ കരാറ് തെളിയിക്കാൻ എവിടെയും ഞങ്ങൾ തയ്യാറാണ്. വഹാബികൾ തറവാടുള്ളവരാണെങ്കിൽ, അന്തസ്സുള്ളവരാണെങ്കിൽ, ആഭിജാത്യമുള്ളവരാണെങ്കിൽ, ആണത്തമുള്ളവരാണെങ്കിൽ, ഒരു ഉമ്മയുടെ മുലപ്പാലിന്റെ സുഗന്ധം പറയാൻ സൗഭാഗ്യമുള്ളവരാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ജിഷാനുമായി ബാലുശ്ശേരി സംസാരിച്ചു വെച്ച രേഖ, സംസാരിച്ചു വെച്ച ആ വാചകം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സമാനമായ ഒരു സംവാദത്തിന് വഹാബി പ്രസ്ഥാനത്തിൽ ആണുങ്ങളുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറ. പിന്നെ അവരെ കൂട്ടത്തിൽ ഇനി അതിൽ തെളിയിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ ഉസ്താദേ. ഉള്ളവരൊക്കെ ഇപ്പോൾ അവിടെ വന്നതാണ്. ബാലുവിനെ കൊണ്ട് ഏതായാലും കഴിയില്ല. ബാലു കരഞ്ഞ് കയ്യും കാലും പിടിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, കലക്കി അബ്ദുറഹ്മാൻ മൗലവിനെ കൊണ്ടുവന്നത്. അബ്ദുറഹ്മാൻ മൗലവിനെ മുജാഹിദുകൾ ഒന്നായി നിൽക്കുന്ന കാലത്ത് തന്നെ കലക്കാൻ പറഞ്ഞേക്കണ ആളായിരുന്നു എന്നുള്ളത് അബ്ദുൽസലാം സുല്ലമി പറഞ്ഞു. സംവാദം നടക്കരുത്. കൊട്ടപ്പുറം സംവാദത്തിന് ശേഷം പിന്നെ നേരിട്ടൊരു സംവാദം നടക്കരുത്. എവിടെങ്കിലും അങ്ങനെ ഗതികെട്ട് തമ്മിൽ മുട്ടിയാൽ തന്നെ വ്യവസ്ഥയിൽ വെച്ച് കലക്കണം. അങ്ങനെ കലക്കാൻ പറഞ്ഞയക്കാറുള്ളത് അബ്ദുറഹ്മാൻ സലഫിനായിരുന്നു ആണ് എന്ന് അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഏതായാലും ആ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട്, ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചതായി തെളിയിച്ചു തന്നാൽ സമസ്തയിലേക്ക് വരും എന്ന അദ്ദേഹത്തിന്റെ ആ വാക്ക് അത് സ്ഥിരപ്പെടുത്തി കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു വ്യവസ്ഥക്ക് കളമൊരുങ്ങിയത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വ്യവസ്ഥക്ക് വേണ്ടി വന്ന ആളുകൾ പിന്നെ പതിവ് പല്ലവി പോലെ വിഷയം മാറ്റി പഠിച്ച കവലപ്രസംഗ മേറ്റർ പാസ്സാക്കി അത് CD-യിൽ കയറ്റി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് തലശ്ശേരിയിൽ വെച്ച് നടന്നത്. ആ കാണാപ്പാഠം പഠിച്ച കുറെ കടലാസ് അക്ഷരങ്ങൾ കൂട്ടിപ്പറഞ്ഞ് അത് CD-യിൽ കയറ്റി അനുയായികളെ കബളിപ്പിക്കാമെന്ന തന്ത്രം ആ തലശ്ശേരി സംവാദത്തിൽ പാളി എന്നതാണ് മുജാഹിദ് ബാലുശ്ശേരിയെ ഒക്കെ ഇത്രത്തോളം ഈറ്റാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഉമർ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് മദീനത്ത് നടപ്പായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വഹാബത്ത് അതിനെ അംഗീകരിച്ചു എന്നാണ്. അങ്ങനെ സ്വഹാബത്ത് അതിനെ അംഗീകരിച്ചു എന്ന് വന്നാൽ സ്വഹാബത്തിന്റെ ഇജ്മാ ആണത്. അവിടെ അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് അങ്ങനെ സ്വഹാബത്തിന്റെ ഇജ്മാ തെളിയിച്ചു തരാൻ കഴിയില്ല എന്നാണ്. വലിയ വായയിൽ അദ്ദേഹം ഉറക്കെ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉടനെ ചോദിച്ചു, എന്നാൽ അത് വ്യവസ്ഥയായി എഴുതുക. സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ടോ ഇല്ല എന്നത് വ്യവസ്ഥയിൽ എഴുതണം. അപ്പോൾ അതിനയാൾ തയ്യാറാകുന്നില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചോ ഇല്ലേ, അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അത് വ്യവസ്ഥ എഴുതൂ എന്ന് ചോദിച്ചാൽ അതിനും ഇദ്ദേഹം മറുപടി പറയുന്നില്ല എന്നതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിഷയം. അദ്ദേഹം എന്തായാലും ഞങ്ങൾ വിശാൻ എഴുന്നേറ്റ് നിന്ന് ആവർത്തിച്ച് ചോദിച്ചു, മൗലവി നിങ്ങൾ സംസാരിച്ചത് ഈ പിന്നെ മെമ്മറിയിലുണ്ട്, ഇതൊന്നിട്ട് കേൾപ്പിക്കുകയല്ലേ? വഷളായി പോകുമെന്ന ആശങ്ക കൊണ്ട് ബാലുശ്ശേരി പറഞ്ഞു, അത് കേൾപ്പിക്കണ്ട, ഞാൻ സംസാരിച്ചത് സമ്മതിക്കുന്നുണ്ട്. എന്നാ പിന്നെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യവസ്ഥ എഴുതുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് എഴുതാൻ അവർ തയ്യാറായില്ല എന്നതാണ് തലശ്ശേരി സംവാദം അലസിപ്പോകാനുള്ള ഒരു കാരണം. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി ആ ജാള്യത മറക്കാൻ വേണ്ടി ഏതാനും സമയം മുമ്പ് അവരുടെ ബൈലക്സിൽ കയറിയിട്ട് കുറെ വിടുവായുത്തങ്ങളാണ് പറഞ്ഞത്. ആ വിടുവായുത്തത്തിൽ രാമന്തളിയെയും അഹ്സനിയെയും എന്നെയും ഒക്കെ കുറെ തെറിയഭിഷേകം ചെയ്ത് മുജാഹിദുകളെ ഹരം കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. രാമന്തളിയെ കുറിച്ച് പറഞ്ഞത് രാമൻ എന്ന് പ്രയോഗിച്ച ശേഷം പോയോ, കേൾക്കുന്നില്ലേ? ബാലൻ എന്ന് പ്രയോഗിച്ച ശേഷം രാമൻ എന്ന് പ്രയോഗിച്ച ശേഷം പിന്നെ ബാലുശ്ശേരി പറഞ്ഞത് നമ്മൾ അങ്ങനെ പറയേണ്ടെന്നാണ്. പ്രയോഗിച്ചിട്ട് പിന്നെ അയാൾക്ക് അത് ഒരു ക്ലിപ്പാകുമെന്നുള്ള ബേജാറ് കൊണ്ട് പിന്നെ അത് അങ്ങനെ കൂട്ടി പറഞ്ഞതാണ്. എന്നിട്ട് രാമന്തളിയെ കുറിച്ച് ഹറാമ് തിന്നുന്നവൻ, സമൂഹത്തിലെ വേസ്തി എന്നൊക്കെ തുടങ്ങി ഒരുപാട് തെറി അഭിഷേകം. ആ തെറി അഭിഷേകം കൊണ്ട് നമ്മളെ മാല ചാർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മമ്പാട്ടുകാരൻ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കി തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് നമ്മെ ആക്ഷേപിക്കുന്നത്. ആ ആക്ഷേപിക്കുന്നതും തെറിയഭിഷേകത്തോടു കൂടെയാണ്. എന്നിട്ട് അങ്ങനെ തെറിയഭിഷേകം ചെയ്ത് ചൂടായിട്ടാണ് അയാൾ അവിടുന്ന് പോകുന്നത്. എന്തായാലും ഈ ഹറാമ് തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ ബാലുശ്ശേരിയുടെ എന്താണാവോ രാമന്തളി തിന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ പിന്നെ യഥാർത്ഥത്തിൽ വിഷയത്തിൽ പരിധി വിട്ടുകൊണ്ട് പെരുമാറിയത് അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ജമിയത്തുൽ ഉലമന്റെ സെക്രട്ടറിയാണ്. അയാൾ ഇടക്ക് കയറി സംസാരിക്കുകയും സഭ വഷളാക്കുകയും ചെയ്തു. ഒരു ചെറിയ മര്യാദ പോലും ഇല്ലാതെ ആ സംവാദത്തിൽ ഉടനീളം വ്യവസ്ഥയിൽ ഉടനീളം കാണാൻ കഴിഞ്ഞൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ബാലുശ്ശേരി എന്ന് പറയുന്ന വികാരജീവി പോലും അബ്ദുറഹ്മാൻ സലഫിയെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അതിലുണ്ടായിരുന്നത്. ബാലുശ്ശേരിക്ക്
ബാലുശ്ശേരി അബ്ദുറഹ്മാൻ സലഫിക്ക് മര്യാദ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടുണ്ടായാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ ആ കൗമിനെ സംബന്ധിച്ച് എന്ത് വിലയിരുത്താനാ? അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി ഇടക്കൊക്കെ ഇങ്ങനെ ചൂടേറി പറഞ്ഞപ്പോ കൂട്ടത്തിൽ അവിടെ ഇതൊക്കെ കണ്ടു നിന്നിരുന്ന ഒരു മുജാഹിദ് താടിക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ട് വിഭാഗത്തിലെയും പണ്ഡിതന്മാര് കുറച്ച് പക്വതയിൽ പെരുമാറേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, അല്ല സഹോദര, എനിക്ക് വയസ്സ് അബ്ദുറഹ്മാൻ സലഫിന്റെ അത്ര ആയിട്ടില്ല. അബ്ദുറഹ്മാൻ സലഫിന്റെ അത്ര വയസ്സ് എനിക്കായിട്ടില്ല. എന്നെക്കാളും കൂടുതൽ വയസ്സുള്ള ഒരാളാണ് അബ്ദുറഹ്മാൻ സലഫി. അബ്ദുറഹ്മാൻ സലഫിക്കും എനിക്കും ഒരേ പക്വത മതിയോ എന്ന് ചോദിച്ചപ്പോ ആ മുജാഹിദ് അതിന്റെ യഥാർത്ഥ വസ്തുത പറഞ്ഞു. അയാൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി കുറച്ച് വയസ്സായ ആളൊക്കെ അല്ലേ, അയാൾക്ക് കുറച്ച് ഷുഗറൊക്കെ കൂടുതൽ ഉണ്ടാവൂലേ എന്നാണ് അതിന് പറഞ്ഞ മറുപടി. പക്ഷെ ആ ഷുഗർ കാണിക്കാനല്ലല്ലോ വ്യവസ്ഥ ചെയ്താൽ വന്നത്, ഷുഗർ ഇല്ലാത്തവരെ കൊണ്ടുവരണ്ടേ. അങ്ങനെ ആ ഷുഗർ പ്രകടിപ്പിച്ചുകൊണ്ട് സഭ കളക്കി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ അന്നും ഇന്നും ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ജിഷാൻ മുജാഹിദ് ബാലുശ്ശേരിയുമായി നടത്തിയ ഫോൺ കോൾ ഉണ്ട്. ആ ഫോൺ കോളിൽ വളരെ കൃത്യമായി മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്, ഉമർ റളിയല്ലാഹു തആല അൻഹു തറാവി 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ സമസ്തയിലേക്ക് വരുമെന്നാണ്. ആ മുജാഹിദ് ബാലുശ്ശേരിക്ക് തന്റെ പേരിന്റെ കൂടെ ഒരു സൺ ഓഫ് എഴുതാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ അപ്പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് അതൊരു കടലാസിലേക്ക് പകർത്തി വ്യവസ്ഥയായി സ്വീകരിച്ച് സംവാദത്തിന് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ കൃത്യമായി ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു, ഈ വ്യവസ്ഥയെ ഒരു സുഖമുള്ള വ്യവസ്ഥയാണ്, ഇതൊരു സുഖമുള്ള വ്യവസ്ഥയാണ്. കാരണം എന്തുകൊണ്ട്? ഇത് വിഷയം എന്താണ് എന്ന് തീരുമാനിച്ചതാണ്, സ്ഥലം ഏതാണ് എന്ന് തീരുമാനിച്ചതാണ്. മുജാഹിദ് ബാലുശ്ശേരി ജിഷാനോട് പറഞ്ഞത് തലശ്ശേരി എവിടെയെങ്കിലും വെച്ച് നടത്തിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ജിഷാനോട് പറഞ്ഞത് അല്ല, നമുക്ക് മുതലക്കുളം മൈതാനിയിലോ അല്ലെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിലോ മതി എന്നാണ്. ഇത് പറഞ്ഞതോടുകൂടെ തന്നെ നമുക്കൊരു ഐഡിയ അവരെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് സംവാദം നടത്താൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു പൊതുസഭയിൽ വെച്ച് ഒരു മുജാഹിദ് പാതിരിക്കും എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണിയില്ല. അങ്ങനെ ഉമ്മാന്റെ മുലപ്പാൽ ഒടിച്ചൊരു മുജാഹിദ് ദുനിയാവിലില്ല എന്നത് കൊട്ടപ്പുറത്ത് സംവാദത്തിന് ശേഷം ചരിത്രം തെളിയിച്ച യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ ചോദിച്ചതാണ്, ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? കൊട്ടപ്പുറം സംവാദത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെ വിജയമുള്ള ഒരു സംവാദമാണ് കൊട്ടപ്പുറം സംവാദമെങ്കിൽ അതേ കൊട്ടപ്പുറം സംവാദത്തിന്റെ വ്യവസ്ഥയും അതുപോലെ ഒരു കട്ടപ്പാടവും തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു വ്യവസ്ഥ എന്തുകൊണ്ട് നിശ്ചയിച്ചൊരു സംവാദം നടത്തിക്കൂടാ? ഞങ്ങൾക്ക് ലാഭമാണ് കൊട്ടപ്പുറം സംവാദം എന്ന് സുന്നികൾ അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ലാഭമുള്ള കച്ചവടം എപ്പോൾ അടിക്കാൻ ആളെ കിട്ടിയാലും ഞങ്ങൾ കച്ചവടം അടിക്കാൻ റെഡിയാണ്. എന്നാൽ കൊട്ടപ്പുറം സംവാദത്തിൽ വഹാബികൾക്ക് ലാഭമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതുപോലൊരു കച്ചവടത്തിന് വഹാബികൾക്ക് തയ്യാറായിക്കൂടാ? അവരതിന് തയ്യാറല്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ മുൻകൂട്ടി സംവാദത്തിന് തയ്യാറാകാൻ കഴിയാതെ അതിന് തീരുമാനമെടുക്കാതെ ഈ വ്യവസ്ഥ എഴുതാൻ വന്ന ആളുകൾക്ക് അവരുദ്ദേശിച്ച വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തലായിരുന്നു ആവശ്യം. അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് വളരെ സമർത്ഥമായി അബ്ദുറഹ്മാൻ സലഫി അവിടെ നടത്തിയത്. വളരെ കൃത്യമായി ഫോൺ കോളിലൂടെ വിഷയം തീരുമാനിച്ചതാണ്. ഇനി അതിനേക്കാളും വലിയൊരു വൈരുദ്ധ്യം ഇതിലുണ്ട്. സാധാരണഗതിയിൽ വഹാബികൾ പറയാറുള്ളത് വ്യവസ്ഥ എഴുതണമെങ്കിൽ നിങ്ങളെ സമസ്തയുടെ ലെറ്റർ പേഡിൽ എഴുതി തരണമെന്നാണ്. എല്ലാ സമയത്തും വഹാബികൾ ആവർത്തിച്ച് പറയാറുള്ളത് അതാണ്. നമ്മൾ പലപ്പോഴും സംവാദം നടത്തുകയല്ലേ എന്ന് ചോദിച്ചാൽ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയല്ലേ, നിങ്ങൾ പറയുന്ന തെളിവ് ഞങ്ങളെ മുമ്പിൽ ഹാജരാക്കാൻ തയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ വഹാബികൾ സാധാരണ രീതിയിൽ പറയാറുള്ളത് നിങ്ങളെ സമസ്തന്റെ ലെറ്റർ കിട്ടണമെന്നാണ്. എന്നാൽ ഒരു സമസ്തന്റെ ലെറ്റർ പോയിട്ട് ഒരു SSFന്റെയോ SYSന്റെയോ ലെറ്റർ പോലും നമ്മൾ കൊടുത്തിട്ടില്ല. കേവലം ജിഷാൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ ഫോൺ കോളിനെ അടിസ്ഥാനപ്പെടുത്തി അബ്ദുറഹ്മാൻ സലഫി വ്യവസ്ഥ ചെയ്താൻ വന്നതാണ്. അപ്പൊ അവരുടെ ഈ തീരുമാനം എവിടെ പോയി? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെ എഴുത്തുണ്ടായാലേ ഞങ്ങൾ സംവാദത്തിന് വരുള്ളൂ എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞ കൗമാണ് ഈ വിഡ്ഢിവേഷം കെട്ടിയത്. മാത്രമല്ല ഞങ്ങളെപ്പോലോ ആളുകളുടെ, ഞങ്ങളെ വിഭാഗത്തിൽ ഏറ്റവും ജൂനിയറായ ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യവസ്ഥ ചെയ്താൻ അബ്ദുറഹ്മാൻ സലഫിക്ക് വരേണ്ടി വന്നാൽ മുജാഹിദിന്റെ വളർച്ചയാണത് സൂചിപ്പിക്കുന്നത്. മുജാഹിദിന്റെ വളർച്ച എവിടെ എത്തി എന്നാണ് സൂചിപ്പിക്കുന്നത്. അബ്ദുറഹ്മാൻ സലഫി തന്നെ വേണം ഇപ്പോഴും ഈ ബാഗ് എടുത്ത് നടക്കാൻ. അതേ സമയത്ത് ഒരു കാലത്ത് അബ്ദുറഹ്മാൻ സലഫിയുമായൊക്കെ സംവാദം നടത്തിയിരുന്ന പേരോട് ഉസ്താദൊക്കെ ഇപ്പോ സാമൂഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വിപ്ലവങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ വലിയ സേവനങ്ങൾ ചെയ്യാണ്.
പക്ഷെ അബ്ദുറഹിമാൻ സലഫിക്ക് ഇപ്പോഴും ഒത്താന്റെ വേഗ് പോലെ ഈ വേഗം പിടിച്ച് ഈ പരിപാടിക്ക് നടക്കുന്ന പണിയാണ്. എന്നിട്ട് വളരെ ജൂനിയറായ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈറ്റായി ഷുഗർ കയറി സംസാരിച്ച് തടി തപ്പുകയായിരുന്നു അബ്ദുറഹിമാൻ സലഫി. ഒരു വേള എന്നെ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു. എടവണ്ണ എന്ന് പറഞ്ഞാൽ അത് മമ്പാട് അടുത്താണ്. എടവണ്ണ, ഞാൻ എടവണ്ണക്കാരനാണ്, എടവണ്ണ എന്ന് പറഞ്ഞാൽ അത് മമ്പാട് അതിന്റെ അപ്പുറത്താ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു. ഞാനപ്പ അയാളോട് പറഞ്ഞു, നിങ്ങളെ മമ്പാട്ടക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ എടവണ്ണ സുന്നിപ്പള്ളി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സൈലന്റ് ആവുകയും ചെയ്തു. അപ്പോ ഇങ്ങനെ പ്രഷർ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ആ വ്യവസ്ഥക്ക് വന്നത്. നമ്മുടെ മുമ്പിൽ വിഷയമുണ്ട്. എന്താണ് വിഷയം? ജിഷാനുമായി സംസാരിച്ചു വെച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം കണ്ടു പകർത്തി ലോകത്ത് അത് പ്രകാശിതമാക്കിയ ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്താണ് നിസ്കരിച്ചത്. ഞങ്ങൾ വളരെ കൃത്യമായി ആവർത്തിച്ചു ചോദിച്ചു, ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിര് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അത് ഉണ്ട് എന്ന് പറയാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിലും സമൂഹത്തെ പേടിച്ചുകൊണ്ട് തൽക്കാലം അവർ പറഞ്ഞില്ല. അവരുടെ അജണ്ട എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത പലതും ഉമർ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബത്ത് ചെയ്തിരിക്കുന്നു എന്നാണ്. അത് വരുത്തി തീർക്കാൻ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ വിഷയത്തെ പിടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിലേക്ക്, ആ ചർച്ചയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ അപ്പോൾ ഞങ്ങൾ അവസരം കൊടുക്കാതിരുന്നതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട എന്ന് പറയുന്നത് വഹാബിസം വിത്തിടപ്പെട്ടത്. വഹാബിസം എന്ന് മാത്രമല്ല, ലോകത്ത് ഏതൊക്കെ ബിദഈ കക്ഷികളുണ്ടോ ആ ബിദഈ കക്ഷികൾ മുഴുവനും അവരുടെ അടിസ്ഥാന സ്വഭാവമായി സ്വീകരിക്കുന്നത് സ്വഹാബത്തിനെ തള്ളുക എന്നതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ലാത്ത ഏത് കക്ഷിയുണ്ടെങ്കിലും ആ കക്ഷികളൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സ്വഹാബത്തിനെ തള്ളിയവരാണ്. അത് വഹാബി പ്രസ്ഥാനം പല പ്രാവശ്യം തെളിയിച്ചതാണ്. ഈ തലശ്ശേരി സംവാദത്തിൽ ഒരിക്കൽ കൂടി അത് അവർ പ്രകടിപ്പിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉമർ റളിയല്ലാഹു തആല 20 റക്അത്ത് നിസ്കരിക്കുകയും സ്വഹാബത്ത് അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ആ നിസ്കാരത്തിൽ പങ്കാളികളാവുകയും ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എന്താണ് എന്ന് മുഖ്യുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കിക്കൂടെ? അതിന് തയ്യാറാകാതെ അവർ തടി തപ്പുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോഴും മുജാഹിദ് ബാലുശ്ശേരി കസർത്തുകയാണ്. എന്താണ് അയാൾ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ നിസ്കാരത്തിൽ പിടിച്ചു തൂങ്ങുകയാണ് ചെയ്തത്, റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിലേക്ക് വന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ ഒരു ചക്കോൾത്തിപ്പോരില്ല. ഞാൻ അവിടെ വെച്ചുകൊണ്ട് സംസാരിച്ചു. എന്റെ മര്യാദകേട് സംസാരമായി അവർ പറയുന്ന ഒരു വാക്കതാണ്. ഞാൻ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചതിന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഉമർ റളിയല്ലാഹു തആല അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ ഒരു ചക്കോൾത്തിപ്പോരില്ല. അബ്ദുറഹിമാൻ സലഫിയും സക്കരിയ സ്വലാഹിയും തമ്മിൽ ചക്കോളത്തിപ്പോരുള്ളതുപോലെ, അവർക്കിടയിൽ ഈ ഫിത്ന ഫസാദിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അള്ളാന്റെ ഹബീബിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെ ഇടയിൽ ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു, സക്കരിയ സ്വലാഹിയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരിന്റെ അതേ നീളത്തിൽ താടിണ്ടായാലേ മുസ്ലിം ആകുള്ളൂ. സക്കരിയ സ്വലാഹിന്റെ വാദപ്രകാരം അബ്ദുറഹിമാൻ സലഫി കാഫിറാണ്. ഇതുപോലുള്ള തർക്കം റസൂലുള്ളാഹിന്റെ ഉമർ റളിയല്ലാഹുവിന്റെ ഇടയിൽ ഇല്ല എന്ന് നമ്മുടെ വാദത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചാൽ ഈമാൻ ചൂടാകാത്ത കക്ഷികൾ, ഇമാമിങ്ങളെ കിതാബ് വാറോല എന്ന് പറയുമ്പോൾ ഈമാൻ ചൂടാകാത്തവർ, ഇമാമിങ്ങൾ ഇസ്ലാമിൽ എന്തൊക്കെയോ കടത്തിക്കൂട്ടി സ്വന്തം അഭിപ്രായത്തിൽ എന്തൊക്കെയോ തോന്നിയാസ് എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ ഈമാൻ ചൂടാകാത്തവർക്ക് സക്കരിയാനി അബ്ദുറഹിമാൻ സലഫിനെയും പറയുമ്പോൾ ഈമാൻ ചൂടാകാണ്. നിങ്ങളുടെ കടപ്പാട് ഇസ്ലാമിനോടല്ല, നിങ്ങളുടെ പൗരോഹിത്യത്തോടാണ് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായ ആശയമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് നിഷേധിക്കാൻ അബ്ദുറഹിമാൻ സലഫിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച രേഖകൾ പ്രാമാണികമായി മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു വ്യവസ്ഥ എഴുതാൻ അബ്ദുറഹിമാൻ സലഫിയുടെ കൈ പാകമാകാതിരുന്നത്. അതെഴുതാൻ അബ്ദുറഹിമാൻ സലഫി തന്റെ ഇടം കാണിക്കാതിരുന്നതും അതാണ്. അല്ലെങ്കിൽ പിന്നെ അത്തരം ഒരു ദുർവാശിന്റെ ആവശ്യമുണ്ടോ? ഫോൺ കോൾ ചെയ്ത് വിഷയം എന്താണ് എന്ന് ഫൈനൽ ചെയ്ത്, ആ ഫൈനൽ ചെയ്ത വിഷയം ഞങ്ങൾ പറഞ്ഞു, ഈ വ്യവസ്ഥക്ക് നമ്മൾ കൂടിയത് വിഷയം റെഡിയാണ്, ഏകദേശം ഡേറ്റ് റെഡിയാണ്, സ്ഥലവും ഏകദേശം റെഡിയാണ്. ആ റെഡിയായ കാര്യങ്ങൾ കടലാസിലേക്ക് പകർത്തി അത് രേഖാമൂലമാക്കാനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്.
അത് രേഖാമൂലമാക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഇന്നലെ അവിടെ ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ അതിന് തയ്യാറാകാതെ വിഷയം വഴിമാറ്റി വിടാൻ അബ്ദുറഹ്മാൻ സലഫി ശ്രമിച്ചതാണ് ഈ വിഷയം കുളമാകാനുള്ള കാരണമെന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവർ കൊണ്ടുവരുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായ കുറെ സംഗതി ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അപകടകരമായ വാദത്തിന്റെ മൊനയൊടിക്കലാണ് ഈ വ്യവസ്ഥ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ആ അപകടകരമായ വാദമാണ് വഹാബിസത്തിനെ എന്ത് തോന്നിയാസവും പറയാൻ പ്രേരിപ്പിക്കുന്നത്. സ്വഹാബത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആദ്യകാല സമൂഹത്തെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമാകുന്ന ചങ്ങലയുടെ ആ ചങ്ങലക്കണ്ണികൾ അറുത്തുമാറ്റി പിന്നെ കയററ്റ പട്ടം പോലെ ഇസ്ലാമിനെ ഏതിലൂടെയും കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കൊണ്ടുപോകാൻ വഹാബികൾക്ക് സാധിക്കും. അതിനെയാണ് നമ്മൾ അവിടെ കൈകാര്യം ചെയ്തത്. എന്നിട്ട് വഹാബികൾ ചെയ്യുന്ന ചങ്ങരംകുളം മുജാഹിദീങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗത്തില് അബ്ദുസലാം സുല്ലമിനെ വല്ലാതെ കശക്കുന്നുണ്ട്. ഇന്നലെ ജിഷാനുമായി നടത്തിയ ഫോൺ കോളുമായി ബന്ധപ്പെട്ടിട്ടാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അബ്ദുസലാം സുല്ലമി എന്ന് പറയുന്ന വഹാബി പാതിരി അയാള് മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയ വാദത്തിൽ നിൽക്കുകയാണ്. ഇടക്കാലത്ത് മുജാഹിദീങ്ങൾ വളരെ വ്യക്തമായി പ്രകടിപ്പിച്ച ആ സ്വഹാബത്തിനോടുള്ള നിന്ന ഇന്നും വഹാബിസ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സലാം സുല്ലമി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ് ശരി. അതുകൊണ്ടാണ് അബ്ദുസലാം സുല്ലമി പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് തെളിവ്. ആ ഖുർആനും സുന്നത്തും തെളിവാണ് എന്ന് പറഞ്ഞ അബ്ദുസലാം സുല്ലമി തന്റെ മുമ്പിലുള്ള കിതാബും ഖുർആനും വായിച്ച് മസല പറയുമ്പോ ആ മസലയെ ഗണ്ണിക്കാൻ ചങ്ങരംകുളം മുജാഹിദിന് കഴിയാറില്ല. അപ്പോൾ ചങ്ങരംകുളം മുജാഹിദ് കൊണ്ടുവന്ന വാദമാണ് ഖുർആനും സുന്നത്തും തെളിവാണ്, പക്ഷേ അത് സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ പറഞ്ഞത് സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെ എന്നത് മനസ്സിലാക്കേണ്ടത് ആ നിസ്കാരത്തിൽ അണിചേർന്ന സ്വഹാബത്തിന്റെ നിസ്കാരത്തിലൂടെയാണ്. ആ സ്വഹാബത്തിന്റെ നിസ്കാരം കണ്ടവരെ കണ്ടതോ ആയ ഇമാമിങ്ങളുടെ നിസ്കാരത്തിലൂടെയാണ്. അവിടെ വെച്ചുകൊണ്ടും അതുപോലെ ഇന്ന് ബൈലക്സിൽ വെച്ചുകൊണ്ടും മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ 11 റക്അത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർദ്ധിപ്പിക്കാറില്ല എന്നത് റമളാനിലും അല്ലാത്ത കാലത്തുമായി നിസ്കരിക്കുന്ന വിത്റിനെ കുറിച്ചാണ്. അതുകൊണ്ടല്ലേ മൗലവിമാരെ ആരണയുടെ അന്തം പോലും ഇല്ലല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ഇമാമിങ്ങൾ മൊത്തമായി നടത്തിയ ചർച്ചകൾ, ആ ചർച്ചകളുടെ ഇട പിടിച്ചുകൊണ്ടും വാല് പിടിച്ചുകൊണ്ടും ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു പകരം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമാമിന്റെ വാദം ഉദ്ധരിച്ചാൽ ഞങ്ങൾ ചോദിക്കട്ടെ, അങ്ങനെയുള്ള ഏതെങ്കിലും ഇമാമിങ്ങൾ 11 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് മരിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുക, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരം ആരാണ് നിസ്കരിച്ചത്? സുന്നിയാൾ നിസ്കരിച്ചുക്കണോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ തറാവീഹ് നിസ്കാരം ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? വിചിന്തനത്തിൽ തന്നെ മുജാഹിദീങ്ങൾ എഴുതി മദ്ഹബിന്റെ 4 ഇമാമിങ്ങളും തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു മരിച്ചുപോയവരാണ്. ആ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ച് മരിച്ചുപോയ ആ ഇമാമിങ്ങൾ എങ്ങനെയാണ് അന്തംകമ്മി തറാവീഹ് 11 പറയാ? ഒരു ഭാഗത്ത് തറാവീഹ് 11 പറഞ്ഞ് ജീവിതത്തിലുടനീളം 20 റക്അത്ത് നിസ്കരിച്ച് മരിച്ചു പോവുകയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതിന് മുജാഹിദ് അല്ലല്ലോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ചോറ് തിന്നണ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാം, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസ് വിത്റിനെ സംബന്ധിച്ചാണ് എന്ന് വളരെ വ്യക്തമാകുകയാണ്. കാരണം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പോലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 നിസ്കരിച്ചിട്ടുള്ളൂ. വിചിന്തനത്തിൽ തന്നെ ആ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ വിചിന്തനക്കാരൻ ഒരു വിഡ്ഢിത്തം പറഞ്ഞു. അതെന്താണ്? ഇമാമിയങ്ങൾ മുഴുവനും 4 ഇമാമിയങ്ങൾ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. അതുപോലെ ഇബ്നു തൈമിയ്യ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. ഇബ്നു ബാസ് തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചത്. അപ്പോ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ നിസ്കരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ട് ആ വിദ്വാൻ തന്നെ വിചിന്തനത്തിൽ മറുപടി പറയാണ്, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം 11 ആയിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് ഈ ഇമാമിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആ വിദ്വാൻ പറയുന്നത്.
പക്ഷേ ആ വിദ്വാൻ അത് പറയുമ്പോൾ മുജാഹിദീങ്ങൾ തന്നെ പറയുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന്. വിഡ്ഢിത്തല്ലേ അത്? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ ഹദീസ് കണ്ടിട്ടില്ല എന്ന വിഡ്ഢിത്തമാണ് വിചിന്തനകാരൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, അള്ളാന്റെ കലാമായ ഖുർആൻ, ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സ്വഹാബത്തിലൂടെയാണ്. ആ സ്വഹാബത്തിനെ മനസ്സിലാക്കേണ്ടത് തൊട്ടടുത്ത തലമുറയായി ഇമാമിങ്ങളിലൂടെയാണ്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന വിഭാഗം എന്റെ കാലക്കാർ, പിന്നെ ഹിജറ 2-ാം നൂറ്റാണ്ടുകാർ, 3-ാം നൂറ്റാണ്ടുകാർ. ഇവരിലൂടെയാണ് ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത്. അവരെല്ലാം ഖുർആനും സുന്നത്തും മനസ്സിലാക്കി ലോകത്തെ പഠിപ്പിച്ചത് തറാവീഹ് എന്ന് പറയുന്ന പ്രത്യേക നിസ്കാരമുണ്ട്. ആ നിസ്കാരം 20 ആ 20 നിസ്കാരമാണ് അവർ നിസ്കരിച്ചത്. വഹാബികൾ ഈ അടുത്ത കാലത്ത് ഈ തോന്നിയാസവുമായി രംഗപ്രവേശനം ചെയ്യുന്നത് വരെ എല്ലാ മുസ്ലിങ്ങളും 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. എന്നിട്ട് ബാലു അവിടെ വെച്ച് പറഞ്ഞ എന്താണ്, ഈ പിന്നെ ഇമാമിയങ്ങളൊക്കെ മഅ്സൂമീങ്ങളാണോന്നാ, ഇമാമിയങ്ങളൊക്കെ ആണോന്നാ മൗലവി ചോദിക്കുന്നത്. ഞങ്ങൾ തിരിച്ചടിച്ചു, മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾ മഅ്സൂമാണോ? എല്ലാവരും ആരും മഅ്സൂമീങ്ങളല്ല. ബാലുശ്ശേരിയും അബ്ദുറഹ്മാൻ സലഫി മഅ്സൂമാണോ? നിങ്ങൾ പറയുന്നതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ല, ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ അനുയായികൾ വന്നിട്ട് ബാലുശ്ശേരിക്ക് തെറ്റുപറ്റി എന്ന് പറയില്ലേ? തറാവി 20 പറയോ? അതോ തറാവി ഉണ്ട് എന്ന് പറയോ? അതോ ഫർള് നിസ്കാരം തന്നെ അല്ല എന്ന് പറയോ? വല്ല തലയും പാലും നിങ്ങൾ ആശയത്തിനുണ്ടോ? അതുകൊണ്ട് ഇമാമീങ്ങളും സ്വഹാബികളും പൂർവികരായ തലമുറയും ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയൊരു റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയവരാണ് സുന്നികൾ. ആ റൂട്ടിലൂടെ സുന്നി സമൂഹം മനസ്സിലാക്കിയ സുന്നത്തിന്റെ പരിധിയിൽപ്പെട്ട തറാവീഹ് അത് 20. അത് തറാവീഹ് റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ്. ഈ കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ വഹാബികളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം തലയിലുള്ളത് കൊണ്ട് അവർ പറയുന്നു, പച്ചയിൽ അവരുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ ദീന് മനസ്സിലാക്കിയത് ഇന്നത്തെ മുജാഹിദീങ്ങളാണ് എന്നാ. മടവൂർ മുജാഹിദിലെ CP ഉമർ സുല്ലമിന്റെ വാദപ്രകാരം റസൂലുള്ളാഹിക്ക് തന്നെ തെറ്റുപറ്റാനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഇടക്കിടക്ക് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. ഈ അഹങ്കാരത്തിന്റെ ആൾ രൂപങ്ങൾ അള്ളാന്റെ ദീന് മാറ്റിമറിക്കുകയാണ്. തറാവീന്റെ വിഷയത്തിൽ തന്നെ വഹാബികളുടെ ഒരു 19 കൊല്ലത്തെ കടലാസുകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 400 കോലത്തിൽ ആ മസല പറഞ്ഞത്. 400 കോലത്തിൽ തറാവീഹ് ആദ്യം 20, പിന്നെ 8, പിന്നെ വട്ടപൂജ്യം, പിന്നെ വീണ്ടും 8, പിന്നെ 11, പിന്നെ 23, പിന്നെ 33. ഇങ്ങനെ തൊള്ളയിൽ വരുന്നത് കോടക്ക് പാട്ട് എന്ന് പറയുന്ന കാളപൂട്ടാണ് വഹാബികൾക്ക് അള്ളാന്റെ ദീന് എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിച്ചു വെല്ലുവിളിക്കുന്നു. ബാലുശ്ശേരി തോന്നിവാസം പറഞ്ഞതാണ്. ബാലുശ്ശേരിയാണ് വളരെ തെറിയ അഭിഷേകം ചെയ്തത്. ജിഷാനെ കുറിച്ച് ആദ്യമായി തന്നെ ചെങ്ങായി വിളിച്ചത് ബൈലക്സ് ജീവി എന്നാണ്. പക്ഷെ ഇടക്കിടക്ക് ബാലുശ്ശേരി പറയും പിന്നെ പടച്ചോണ്ട് കബറുണ്ട് എന്നൊക്കെ പറയും. ഇന്ന് രാമന്തളിയെ കുറിച്ച് ഹറാമ് തിന്നവൻ എന്ന് പറഞ്ഞത്, അതുപോലെ സമൂഹത്തിലെ വേസ്റ്റ് എന്ന് പറഞ്ഞത്, ഇതൊക്കെ പടച്ചോന്റെ മുമ്പിൽ ബാലുശ്ശേരി മറുപടി പറയേണ്ടതല്ലേ? മുജാഹിദീങ്ങൾ എന്തേലും പറഞ്ഞാൽ പടച്ചോന് മറുപടി പറയണം. വഹാബിയൊക്കെ എന്ത് തോന്നിയാസം പറയാം, അതിന് പിന്നെ നികുതി അടക്കൊന്നും വേണ്ട. എന്താ തോന്നിയാസം? അത് നാട്ടിൽ നടക്കൂല. തന്റെ ഇടമുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു. മുജാഹിദ് ബാലുശ്ശേരി അല്ല, സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മൗലവി പോകട്ടെ, ഒറിജിനൽ ഇബ്ലീസ് തന്നെ വന്നാലും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിര് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിസ്കാരം കൃത്യമായി നമ്മുടെ മുമ്പിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത തറാവീഹ് നിസ്കാരം 20 എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ചോറ് തിന്നുക എന്ന ക്വാളിഫിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. വേറെ ഒരു ക്വാളിഫിക്കേഷനും അതിനാവശ്യമില്ല. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല എത്ര നിസ്കരിച്ചു എന്നത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിൽ തർക്കത്തിന്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ആ വിഷയം വഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. ആ സുന്നത്ത് ഞാൻ കാലികമായും സാന്ദർഭികമായും കൈമാറിപ്പോയ എന്റെ സ്വഹാബ,
ആ സ്വഹാബത്ത് പഠിപ്പിച്ചത്. അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണം ഖുലഫാഉർ റാഷിദീങ്ങളെ. ബൈലക്സിൽ വെച്ച് ബാലുശ്ശേരി ഓതിയ ആയത്താണ് ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. പ്രശ്നങ്ങളിൽ, ഒരു വിഷയത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. അതിലാർക്കും തർക്കമില്ല. പക്ഷേ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മസല കണ്ടെത്തേണ്ടത്, പ്രശ്നങ്ങൾക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പരിഹാരം കണ്ടെത്തേണ്ടത് പാറക്കോറി തൊഴിലാളിയായ ബാലുശ്ശേരിയാണോ? പാറക്കോറി തൊഴിലാളിയായ ബാലുശ്ശേരി ഖുർആനും സുന്നത്തും തെരഞ്ഞ് മതം കണ്ടെത്തി അതിന്റെ പിന്നാലെ മുസ്ലിം സമുദായം പോകണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിഡ്ഢിത്വം? ഇനി ഞാൻ ചോദിക്കട്ടെ, കേരള ജംഇയ്യത്തുൽ ഉലമ, വഹാബി പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമന്റെ ഭരണഘടന പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്തിലേക്കും മുജാഹിദീങ്ങൾ മടങ്ങണമെന്നല്ല, ഖുർആനും സുന്നത്തും മുജാഹിദ് മൗലവിമാർ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് കണ്ടെത്തുന്ന മതവിധികൾ മുജാഹിദീങ്ങൾ സമ്മതിക്കണമെന്നാണ്. അതിന് മാപ്പിളാരെ കിട്ടൂല, അതിന് മുസ്ലിം സമുദായത്തെ കിട്ടൂല. മുസ്ലിം സമുദായത്തിന്റെ നിലപാട് ഖുർആനും സുന്നത്തും തന്നെയാണ് പ്രമാണം. പക്ഷെ ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയവർ സ്വഹാബയാണ്. ആ സ്വഹാബത്തിനെ മനസ്സിലാക്കിയവർ ഹിജ്റ 3 നൂറ്റാണ്ടിൽ ജീവിച്ചു വഫാത്തായി പോയ ഇമാമിങ്ങളാണ്. ആ ഇമാമിങ്ങളെ മനസ്സിലാക്കിയവർ അവരുടെ തൊട്ടടുത്ത തലമുറയാണ്. അവരിലൂടെയാണ് ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത്. അപ്പോ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. ആര് മടക്കണം? മടക്കാൻ കഴിവുള്ളവർ മടക്കണം. ആരാണ് മടക്കാൻ കഴിവുള്ളവർ? ഇമാമിങ്ങളാണ് മടക്കാൻ കഴിവുള്ളവർ, സ്വഹാബികളാണ് ഇമാം മടക്കാൻ കഴിവുള്ളവർ. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഖുർആൻ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ നമുക്കിടയിൽ പ്രശ്നമുണ്ട്. വഹാബികൾ പറയുന്നു 20 അല്ല, അങ്ങനെ ഒരു നിസ്കാരം തന്നെ ഇല്ല, 8 ആണ്. ഇങ്ങനെ പല വാദങ്ങളും വഹാബികൾ പറയുന്നു. സുന്നത്തി ജമാഅത്ത് റസൂലുള്ളാഹിന്റെ കാലം മുതൽ സ്വഹാബത്തിന്റെ കാലം, ഇമാമിങ്ങളുടെ കാലം, ആ കാലത്തിലൂടെ കൈമാറി കിട്ടിയ തറാവീഹ് എന്ന പ്രത്യേക നിസ്കാരം 20 ആണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിടയിൽ വിഷയമുണ്ട്. ആ വിഷയത്തിന് തീരുമാനമാകേണ്ടത് എങ്ങനെയാണ്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു സുന്നത്തിലേക്ക് മടക്കിയിട്ട് കിട്ടിയ തറാവീഹ് നിസ്കാരം എത്രയാ? അത് 20 ആണോ? ആ 20 പിടിക്കണം. അതാണ് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അവിടെയാണ് മുസ്ലിം ലോകമുള്ളത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ തറാവീഹ് നിസ്കാരം 20 ആണ്. അതേ സമയത്ത് വഹാബി പാതിരിമാർ പറയുന്നു പാറക്കോറി തൊഴിലാളിയായ മുജാഹിദ് ബാലുശ്ശേരിക്ക് കിട്ടിയത് അങ്ങനെ തറാവീഹ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല എന്നാണ്. അങ്ങനെ വിവരമില്ലാത്തോല് കഴിയാത്ത കാര്യത്തിന് തയ്യാറായാൽ അവനാനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയത്തിൽ ഇടപെട്ടാൽ സംഭവിക്കുന്ന വിഡ്ഢിത്താണത്. ആ വിഡ്ഢിത്തം സ്വീകരിക്കാൻ മുസ്ലിം ലോകത്തെ കിട്ടൂല. ഞാൻ അവസാനിപ്പിക്കുന്നു, ആവർത്തിച്ചു പറയട്ടെ, ഇമാമിങ്ങളുടെ കൗലുകളെയും, ഇമാമിങ്ങളുടെ കൗല് വാറോലയാണ്. ഇമാമിങ്ങൾ ഹദീസ് പറഞ്ഞത് വാറോല എന്ന് പറഞ്ഞിട്ടില്ല എന്നാ. ഈ ഇമാമിങ്ങളുടെ കൗല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഡ്ഢി എന്താ മനസ്സിലാക്കിയത്? ഇമാമിങ്ങൾ തൊള്ളി തോന്നിയത് പറയുന്നതാണോ? ഇമാമിങ്ങൾ തൊള്ളി തോന്നിയ പറയുന്നവരാണോ? ഇമാമിങ്ങൾ ഒരു കിതാബിൽ ഒരു ചർച്ച എഴുതി വെച്ചാൽ, ഒരു വിഷയം എഴുതി വെച്ചാൽ, ഖുർആനിനും സുന്നത്തിനും നിരക്കാത്തൊരു കാര്യം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മുസ്ലിങ്ങളുടെ ഇമാമിങ്ങൾ എഴുതി വെക്കൂല. അങ്ങനെ എഴുതി വെച്ചാൽ അവരെ കുറിച്ച് പിന്നെ ഇമാമ് എന്ന് പറയോ? ഇമാമ് എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടേണ്ടവർ എന്നാണ്. ഖുർആനിനും സുന്നത്തിനും എതിരായി യഥേഷ്ടം തോന്നിവാസം എഴുതി ഇമാമിങ്ങള് ഖുർആനിനും സുന്നത്തിനും നിരക്കാത്ത കുറെ കൗല് പറഞ്ഞു വെച്ചു, അത് വാറോലയാണ് എന്ന് പറയുകയും ചെയ്യുന്നത് സ്വന്തം തറവാടിന്റെ അടിത്തറ പൊളിക്കുന്ന സംസാരമാണ്. അത് മുസ്ലിം സമുദായത്തിന്റെ തറവാട്ടിൽ കയറി ചെയ്യാൻ പാടില്ല. ബാലുശ്ശേരിക്ക് ഏത് തറവാട്ടിലും പോകാം, ഇസ്ലാമിക തറവാട്ടിൽ കയറി ഈ തോന്നിവാസം പറയാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അബ്ദുറഹ്മാൻ സലഫി മാത്രമല്ല, സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മൗലവി ഓടലോടെ കൊണ്ടെന്നാൽ പോലും ഈ തോന്നിവാസം മതമായി സ്ഥിരപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ചെയ്യുന്ന ആളല്ല. ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് അബ്ദുറഹ്മാൻ സലഫിക്ക് പോലും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സലഫി അങ്ങനെ ഒരു വാദം എഴുതാൻ തയ്യാറാകാതിരുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് എഴുതിക്കൂടായിരുന്നു? വിഷയം അതല്ലേ അവിടെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം തെളിയിച്ചാൽ ഞാൻ സമസ്തിക്ക് വരുമെന്നാണല്ലോ പറഞ്ഞത്. വിഷയം അവിടെ റെഡിയല്ലേ? ആ റെഡിയായി ധാരണയിലെത്തിയ വിഷയം കടലാസിലേക്ക് പകർത്തുക എന്ന ജോലി മാത്രമല്ലേ തലശ്ശേരിയിൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് ചെയ്ത് ഡേറ്റ് കണ്ടെത്തി സംവാദത്തിന് ഒരുങ്ങുകയായിരുന്നില്ലേ അന്തവും ബുദ്ധിയും എന്ന് പറയുന്നത്? ആദ്യ ഹിഡൻ അജണ്ടയുമായിട്ടാണ് വന്നത്. കാരണം അങ്ങനെ ഒരു മാനാഞ്ചിറ സ്ക്വയറിലും മുതലക്കുളം മൈതാനിലൊന്നും സംവാദം നടത്തുന്ന ചോറയ്ക്കണോലൊന്നും മുജാഹിദിലില്ല. അപ്പൊ ആദ്യം ആ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ സംവാദത്തിന് തയ്യാറല്ല എന്നാണ്.
ആ തയ്യാറല്ല എന്ന കാര്യം വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് ഇവർ വ്യവസ്ഥക്ക് വന്നത്. അത് നാടകം കളിച്ചതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു തറാവി 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് ഞങ്ങൾ സ്ഥിരപ്പെടുത്താൻ റെഡിയാണ്. അത് നിഷേധിക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും വഹാബി പാതിരിമാരുണ്ടെങ്കിൽ ഞാൻ ആണത്തത്തോടെ വെല്ലുവിളിക്കുന്നു, നാളെ ഏത് സമയത്തും നിങ്ങൾക്ക് വ്യവസ്ഥക്ക് റെഡിയാകാം, ഞങ്ങൾ റെഡിയാണ്. ആ രേഖാമൂലം അത് കൈമാറി വ്യവസ്ഥക്ക് തയ്യാറുണ്ടെങ്കിൽ ഉടനെ അറിയിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരമല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ അജണ്ട ഞങ്ങൾക്കറിയാം. നിങ്ങൾ സ്വഹാബത്തിനെ തള്ളുന്നവരാണ്. റസൂലുള്ള വിട്ടാ പിന്നെ പോസ്റ്റ് ഉള്ളത്, പിന്നെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് മുജാഹിദ് സെന്ററിലാണ്. അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞു പോയൊരു മുസ്ലിം ലോകമുണ്ട്. അതാണ് ഞങ്ങളെ മാതൃക. ഈ ഇസ്ലാമിക ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങിയ വഹാബി പാതിരിമാർ മുസ്ലിം സമുദായത്തിൽ എടുക്കാറ്റിരക്കുകളാണ്. നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽ ഒരു റോളുമില്ല. നിങ്ങൾ മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യേണ്ടവരുമല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, സ്വഹാബത്തിലൂടെ ഇമാമിയങ്ങളിലൂടെ പൂർവികരിലൂടെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കണം. അബ്ദുസ്സലാം സുല്ലമിയെ വെട്ടാനും അബ്ദുസ്സലാം സുല്ലമിയെ ഒതുക്കാനും വേണ്ടി നിങ്ങൾ ഈ വാദം പറയുന്നവരാണ്. പക്ഷെ നിങ്ങളെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളും ഇത് തള്ളുന്നവരാണ്. നിങ്ങളെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മുൻഗാമികൾ, നിങ്ങളും തള്ളുന്നു. അതാ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞത്. സലാം സുല്ലമി ഞങ്ങൾക്ക് ഒന്നും ഉള്ളു ഒന്നും ഒരുക്കുവാണ്, രണ്ടും തമ്മിലൊരു വ്യത്യാസമല്ല. പക്ഷേ മുജാഹിദ് ആകുകയാണെങ്കിൽ അബ്ദുസ്സലാം സുല്ലമി ആകണം, അല്ലെങ്കിൽ സുന്നത്തി ജമാഅത്താകണം. ഇത് ചോറും അല്ല കഞ്ഞിയല്ല, ചൊറിഞ്ഞി എന്നൊരു സാധനമാണ് വഹാബിസം എന്ന് ഇന്നത്തെ ചങ്ങരങ്ങളും മുജാഹിദ്. ആണും അല്ല പെണ്ണും അല്ലാത്ത ഷണ്ടന്മാർ. ആ ഷണ്ടന്മാരാ നിങ്ങൾ. അബ്ദുസ്സലാം സുല്ലമിന്റെ മുജാഹിദ് എന്ന് പറഞ്ഞൊരു സാധനം കയ്യിലുണ്ട്, സുന്നത്തി ജമാഅത്തിന് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനം കയ്യിലുണ്ട്. ഇത് രണ്ടുമില്ലാത്ത ഷണ്ടന്മാരും പൊണ്ണന്മാരുമാണ് ചങ്കരംകുളം മുജാഹിദ് എന്ന് പറഞ്ഞത്. കാരണം എന്തുകൊണ്ട്? ഒന്നിരിക്കും അബ്ദുസ്സലാം സുല്ലമിയെ പോലെ ഖുർആനൊന്നും സുന്നത്തൊന്നും ഡയറക്റ്റാന്ന് പറഞ്ഞ് തൊള്ളി തോന്നിയത് പറഞ്ഞ് മുജാഹിദ് അങ്ങനെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പിന്നെ സുന്നത്തി ജമാഅത്തിന്റെ പാത പൂർവീകർ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയതുപോലെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കി. ഉമർ റളിയല്ലാഹു തആല അൻഹു സുന്നത്തായ തറാവീഹ് 20 മനസ്സിലാക്കിയതുപോലെ നമ്മളും മനസ്സിലാക്കണം. അതുപോലെ മുസ്ലിം ലോകം മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും തറാവി 20 റക്അത്താണ് നിസ്കരിച്ചത്. എന്നിട്ട് ബാലുശ്ശേരി ചോദിക്കുക, ഇന്ന് ബൈലക്സില് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരം സുന്നികൾ നിസ്കരിച്ചിക്കണോ? നിങ്ങളെ വാദപ്രകാരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരം നിങ്ങളെ വാദപ്രകാരം 11 ആണെങ്കിൽ ആ നിസ്കാരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്നെ നിസ്കരിച്ചിട്ടില്ല. വിചിന്തനം പറയുന്നത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 20 നിസ്കരിച്ചതെന്നാണ്. ഇമാമിങ്ങൾ മുഴുവനും 20 ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇമാം ബുഖാരിയുടെയും ഫതുൽ ബാരിയുടെയും ഒക്കെ വരികൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തും ഇമാമിങ്ങളുടെ സാങ്കേതിക ഭാഷകളും ഇമാമിങ്ങളുടെ കിതാബിന്റെ ശൈലിയും മനസ്സിലാക്കാതെ കേവലം അറബി ഡിക്ഷണറി മേശപ്പുറത്ത് വെച്ച് അർത്ഥം പറഞ്ഞുകൊണ്ട് ആളെ കളിയാക്കുന്ന വഹാബികളെ ഞാൻ ചോദിക്കട്ടെ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തറാവീഹ് 11 നിസ്കരിച്ച് എന്ന് പറഞ്ഞതായി അല്ലെങ്കിൽ അങ്ങനെ നിസ്കരിച്ചതായി തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നിങ്ങൾ ഉദ്ധരിക്കുന്ന ഏതെങ്കിലും ഒരു ഇമാമ് തറാവീഹ് 11 എന്ന് ഹുക്കുമായി പറയുകയും അങ്ങനെ ഈ ഇമാമ് തറാവീഹ് 11 നിസ്കരിച്ച് വഫാത്താവുകയും ചെയ്തത് ഉമ്മതറ്റൊരു വഹാബിക്ക് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു താളിൽ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഏതെങ്കിലും ഒരു ഇമാമ് സാവസാൽ KM മൗലവിയെങ്കിലും തറാവി 20 റക്അത്തല്ലാതെ 11 നിസ്കരിച്ച് എന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഒരൊറ്റ കുട്ടി അങ്ങനെ ചെയ്തതായി തെളിയിക്കാൻ കഴിയോ? അതുകൊണ്ട് നിങ്ങൾ ഇമാമിങ്ങളെ കൗലുകളായി ഇമാമിങ്ങളുടെ കിതാബുകളായി അതുപോലെ ഹദീസുകളായി ഉദ്ധരിക്കുന്നത് മുഴുവനും കബളിപ്പിക്കലാണ്. ആ കബളിപ്പിക്കൽ നേർക്ക് നേരെ നടക്കൂല. അതുകൊണ്ടാണ് നിങ്ങൾ സംവാദ വ്യവസ്ഥ കലക്കി മുങ്ങിയത്. അത് കലക്കാൻ ഔദ്യോഗികമായി തന്നെ ഹൈക്കോട്ടെ വിചാരിച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. ആ സാധുവിനെ വെറുതെ കെട്ടിവലിച്ചു കൊണ്ടുവന്നു. ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഡ്ഢിത്തരത്തിന് ആ സാധുവും പെട്ടു. ഇതാണ് ഉണ്ടായത്. അതുകൊണ്ട് വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ തെളിയിക്കാൻ കഴിയുമോ? ഈ ഒരു സംവാദത്തിൽ നിങ്ങൾ തയ്യാറാകുമോ? ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാം. ആരവാണെങ്കിലും വിളിക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം ഞങ്ങൾ തെളിയിക്കാൻ റെഡിയാണ്. ജിഷാൻ എന്താണോ ബാലുശ്ശേരിയോട് ഫോണിലൂടെ നടത്തിയ കരാറ്, ആ കരാറ് തെളിയിക്കാൻ എവിടെയും ഞങ്ങൾ തയ്യാറാണ്. വഹാബികൾ തറവാടുള്ളവരാണെങ്കിൽ
അന്തസ്സുള്ളവരാണെങ്കിൽ, ആഭിജാത്യമുള്ളവരാണെങ്കിൽ, ആണത്തമുള്ളവരാണെങ്കിൽ, ഒരു ഉമ്മയുടെ മുലപ്പാലിന്റെ സുഗന്ധം പറയാൻ സൗഭാഗ്യമുള്ളവരാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ജിഷാനുമായി ബാലുശ്ശേരി സംസാരിച്ചു വെച്ച രേഖ, ആ സംസാരിച്ചു വെച്ച ആ വാചകം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സമാനമായ ഒരു സംവാദത്തിന് വഹാബി പ്രസ്ഥാനത്തിൽ ആണുങ്ങളുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറ. പിന്നെ അവരെ കൂട്ടത്തിൽ ഇനി അതിൽ തെളിയിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ ഉസ്താദേ. ഉള്ളവരൊക്കെ ഇപ്പോൾ അവിടെ വന്നതാണ്. ബാലുവിനെ കൊണ്ട് ഏതായാലും കഴിയില്ല. ബാലു കരഞ്ഞ് കയ്യും കാലും പിടിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, കലക്കി അബ്ദുറഹ്മാൻ മൗലവിനെ കൊണ്ടുവന്നത്. അബ്ദുറഹ്മാൻ മൗലവിനെ മുജാഹിദുകൾ ഒന്നായി നിൽക്കുന്ന കാലത്ത് തന്നെ കലക്കാൻ പറഞ്ഞേക്കണ ആളായിരുന്നു എന്നുള്ളത് അബ്ദുൽസലാം സുല്ലമി പറഞ്ഞു. സംവാദം നടക്കരുത്, പൊട്ടപ്പുറം സംവാദത്തിന് ശേഷം പിന്നെ നേരിട്ടൊരു സംവാദം നടക്കരുത്. എവിടെങ്കിലും അങ്ങനെ ഗതികെട്ട് തമ്മിൽ മുട്ടിയാൽ തന്നെ വ്യവസ്ഥയിൽ വെച്ച് കലക്കണം. അങ്ങനെ കലക്കാൻ പറഞ്ഞയക്കാറുള്ളത് അബ്ദുറഹ്മാൻ സലഫിനായിരുന്നു ആണ് എന്ന്